ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. നമ്മൾ എങ്ങനെ തോറ്റു എന്നതിൽ ഒരു വ്യക്തമായ മറുപടിക്ക് പാർട്ടി തയ്യാറായിട്ടില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പൗരത്വം CAA വിഷയമാക്കി മുസ്ലിം ന്യൂനപക്ഷ സംരക്ഷക വേഷമായിരുന്നു. പരാജയപ്പെട്ടപ്പോൾ ഒഴുകിപ്പോയ ഭൂരിപക്ഷ വോട്ടുകൾ തിരിച്ചുപിടിക്കാനായി അടുത്ത ലക്ഷ്യം. ഉപതെരഞ്ഞെടുപ്പിലാകെ മുസ്ലിം വർഗീയതയുടെ ആശങ്ക പങ്കിട്ട് BJPക്ക് നിലം പാകി. ചേലക്കര ഒഴികെയെല്ലാം ഒഴുകിപ്പോയിട്ടും വിഷയം മാറ്റിപ്പിടിച്ചില്ല. മുഖ്യമന്ത്രിക്ക് പിന്തുണ എന്ന മട്ടിൽ വെള്ളാപ്പള്ളിയുടെ വർഗീയ നാവും പിന്നാലെ ചരിച്ചു. വെള്ളാപ്പള്ളിക്ക് പിന്തുണ എന്ന മട്ടിൽ മുഖ്യമന്ത്രി പട്ടും വളയും നൽകി ആദരിച്ചു. ആഗോള അയ്യപ്പ സംഗമം എന്ന തിരഞ്ഞെടുപ്പ് തന്ത്രത്തിന് സ്വന്തം കാറിലിരുത്തി വേദിയിലെത്തിച്ചു. പക്ഷേ സംഗമത്തിന് പിന്നാലെ എത്തിയ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പദ്ധതികൾ അടപടലം പാളി. തെക്ക് തിരുവനന്തപുരവും കൊല്ലവും ആലപ്പുഴയും പത്തനംതിട്ടയും എതിരായി വെള്ളാപ്പള്ളിക്കൂട്ട് മലബാറിലും തിരിച്ചടിച്ചു. ആലപ്പുഴയിൽ മാവേലിക്കരയിലും ചെങ്ങന്നൂരും NDAയ്ക്കും പിറകിൽ മൂന്നാമതായി. ക്ഷേമ പെൻഷനടക്കം മിനി ബജറ്റിലൂടെ സെമി ഫൈനലും പിന്നിട്ട് ഫൈനലും കടന്ന പിണറായി 3-0 എന്നതായിരുന്നു ലക്ഷ്യം. ക്ഷേമപ്രവർത്തനങ്ങളിൽ നിന്നെല്ലാം വാങ്ങി നല്ല ഭംഗിയായി ശാപ്പാടടിച്ചു നന്ദികേട് കാട്ടി എന്നത് മണി MLAയുടെ മാത്രം വികാരമെന്ന് കരുതാനാകില്ല. വർഗീയതയും PR ഇവന്റ് മാനേജ്മെന്റും ചേർന്ന പ്രത്യേക ചെരുവ പൊളിയുമ്പോൾ എന്താണിനി പ്ലാൻ B? പ്രീണനം പാളിയോ എന്നതാണ് ചോദ്യം. ചർച്ചയിൽ ആദ്യം PK കൃഷ്ണദാസാണ്, BJP ദേശീയ നിർവാഹക സമിതി അംഗം. അദ്ദേഹം അല്പനേരം ചർച്ചയിലുണ്ടാകും. VPP മുസ്തഫ CPM-ൽ നിന്നും, സന്ദീപ് വാര്യർ കോൺഗ്രസിൽ നിന്നും, ഡോക്ടർ MN കാരശ്ശേരി രാഷ്ട്രീയ നിരീക്ഷകനായും ഡോക്ടർ G ഗോപകുമാർ തിരഞ്ഞെടുപ്പ് വിദഗ്ധനായും ചർച്ചയിൽ പങ്കെടുക്കുന്നു. ആദ്യം ഞാൻ BJP പ്രതിനിധിയിലേക്കാണ്. ദേശീയ നിർവാഹക സമിതി അംഗം ശ്രീ PK കൃഷ്ണദാസ്. അദ്ദേഹം ചർച്ചയിലില്ല, തുടക്കത്തിൽ കുറച്ച് സമയം. ആദ്യം ശ്രീ PK കൃഷ്ണദാസ്, BJP വലിയ നേട്ടം ഈ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കി എന്നുള്ളതാണോ നിങ്ങളുടെ ആഭ്യന്തരമായ വിലയിരുത്തൽ? അങ്ങനെയെങ്കിൽ എത്ര ശതമാനം വോട്ട് പിടിച്ചു എന്നതിലൊരു കണക്കിലേക്ക് നിങ്ങൾ എത്തിയോ? അല്ല, നല്ല തിളക്കമാർന്ന വിജയമാണ് ഭാരതീയ ജനതാ പാർട്ടിയും NDAയും കൈവരിച്ചത് എന്നുള്ളത് കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട്. ഒന്ന്, ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ആദ്യം ചെയ്തത്, അവരുടെ ഫസ്റ്റ് ഓപ്ഷൻ എന്നുള്ളത് ഈ ശബരിമല മോഷണം നടത്തിയ, സ്വർണ്ണമോഷണം നടത്തിയ ഈ പിണറായി സർക്കാരിനെ പരാജയപ്പെടുത്തുക എന്നുള്ളതായിരുന്നു. ഈ അഹന്തയും ധിക്കാരവും കൈമുതലായിട്ടുള്ള ജനവിരുദ്ധ നിലപാടുകളുടെ പ്രവാഹമായിട്ടുള്ള ഈ ഇടത് സർക്കാരിനെ പരാജയപ്പെടുത്തുക എന്നുള്ളതായിരുന്നു ജനങ്ങളുടെ ആദ്യത്തെ ഓപ്ഷൻ. അതവർ നിർവഹിച്ചു. രണ്ടാമത്തെ ഓപ്ഷനാണ് ബദൽ ആര് എന്നുള്ളത്. സ്വാഭാവികമായിട്ടും ബദൽ എന്നുള്ള നിലയിൽ സ്വാഭാവികമായിട്ടും മുഖ്യ പ്രതിപക്ഷ കക്ഷിക്കാണ് അതിൻ്റെ ഏറ്റവും വലിയ ആനുകൂല്യം കിട്ടേണ്ടിയിരുന്നത്. പക്ഷെ ഇവിടെ കിട്ടിയിട്ടില്ല. ഭാരതീയ ജനതാ പാർട്ടിക്കും NDAയ്ക്കും വലിയ അംഗീകാരം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം നോക്കുക, നമ്മുടെ കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ്, ആ 6 കോർപ്പറേഷനുകളിൽ തിരുവനന്തപുരം തലസ്ഥാന നഗരിയിൽ 50 സീറ്റുകൾ നേടിക്കൊണ്ട് വലിയ ജൈത്രയാത്ര നടത്തി ഏതാണ്ട് 35-നും 40% വോട്ടുകൾ അവിടുത്തെ നിയമസഭാ മണ്ഡലങ്ങളിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ കൊല്ലം അവിടുത്തെ സീറ്റുകളുടെ എണ്ണം 2 മടങ്ങ് വർദ്ധിച്ചു. കോഴിക്കോട് സീറ്റുകളുടെ എണ്ണം 2 മടങ്ങ് വർദ്ധിച്ചു. അതേപോലെ തന്നെ കണ്ണൂരിൽ 1 സീറ്റ് 4ആയി വർദ്ധിച്ചിട്ടുണ്ട്. എല്ലാ കോർപ്പറേഷനുകളിലും ഭാരതീയ ജനതാ പാർട്ടി വലിയ മുന്നേറ്റം നടത്തിയിട്ടുണ്ട്. ഇനി രണ്ടാമത്, നമ്മുടെ മുനിസിപ്പാലിറ്റിയിലേക്ക് കടക്കുന്ന സമയത്ത് 2 മുനിസിപ്പാലിറ്റികളിൽ BJP ഭരണമുണ്ട്. 13 മുനിസിപ്പാലിറ്റികളിൽ BJP പ്രധാന പ്രതിപക്ഷമാണ്. ഞാൻ ഒരു കാര്യം കൂടി പറയുന്നു, ഈ കോർപ്പറേഷൻ അതുപോലെ മുനിസിപ്പാലിറ്റി ജയിച്ചത് ഏതാണ്ട് 410 സീറ്റുകളിലാണ് BJP NDA വിജയിച്ചത്. ഏതാണ്ട് 1500ഓളം സീറ്റുകളിൽ BJP NDA 2ാം സ്ഥാനത്താണ്. അപ്പോൾ ഏതാണ്ട് ഇത് രണ്ടും കൂടി ചേർക്കുമ്പോൾ 2000 ഡിവിഷനുകളിൽ BJPയുടെ സജീവമായ സാന്നിധ്യം ഉണ്ടായിട്ട് ജനങ്ങൾ ബദൽ എന്ന രീതിയിൽ BJP NDA സ്വീകരിച്ചിട്ടുണ്ട്. ഇനി ഗ്രാമപഞ്ചായത്തിലേക്ക് വരുന്ന സമയത്ത് 26 ഗ്രാമപഞ്ചായത്തിൽ കേവല ഭൂരിപക്ഷമുണ്ട്. 15 ഗ്രാമപഞ്ചായത്തിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാണ്. അതായത് 41 ഗ്രാമപഞ്ചായത്തിൽ BJP ഭരണം ഉണ്ടാകും. അതേപോലെ തന്നെ ഏതാണ്ട് 1400ഓളം സീറ്റുകളിൽ ഗ്രാമപഞ്ചായത്തുകളിൽ BJP വിജയിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ഏതാണ്ട് കണക്കനുസരിച്ച് 2200ഓളം ഗ്രാമപഞ്ചായത്ത് വാർഡുകളിൽ BJPയാണ് 2ാം സ്ഥാനത്ത് എത്തിയിട്ടുള്ളത്. ഈ കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ
ഭാരതീയ ജനതാ പാർട്ടിയും എൻ ഡി എയുടെ വലിയ സാന്നിധ്യവും അതുപോലെ തന്നെ ജനങ്ങളുടെ അംഗീകാരവും ബി ജെ പിക്കും എൻ ഡി എക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതിലൂടെ ഒരു കാര്യം ഉറപ്പാണ്, ഇപ്പോൾ ഒന്നാം സ്ഥാനത്തെത്തി ശരി ശ്രീ കൃഷ്ണദാസ്, ഇപ്പോൾ അങ്ങ് പറഞ്ഞു സ്വർണ്ണപ്പാളി വിഷയമാണല്ലോ അങ്ങ് ആദ്യമായി എടുത്തു പറഞ്ഞത്. പക്ഷെ ആ വിഷയത്തിൽ നിങ്ങൾ അതിൽ സമരങ്ങൾ നടത്തിയിട്ടുണ്ട്, പ്രക്ഷോഭങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്കത് വോട്ടായിട്ടുണ്ടോ പൂർണ്ണമായിട്ടും ആ വിഷയത്തിലാണെങ്കിൽ? കാരണം നിങ്ങൾ അതിൽ ഒരു ബദൽ സംഗമം നടത്തിയ പന്തളം നിങ്ങൾക്ക് നഷ്ടപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. ശബരിമല ഇരിക്കുന്ന ഇടം മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. പക്ഷേ പന്തളം പൂർണ്ണമായി നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അല്ല, അതിലേക്ക് ഞാൻ വരാം. മാത്രമല്ല, ഇവിടെ ഒരു റിസൾട്ട് നമ്മുടെ തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തുമ്പോൾ വിശകലനം ചെയ്യാൻ മറ്റൊന്ന് കാണാൻ സാധിക്കുന്നത്, ഇപ്പോൾ തിരുവനന്തപുരത്ത് നിരവധി അസംബ്ലി മണ്ഡലങ്ങൾ, അത് വട്ടിയൂർക്കാവട്ടെ, കഴക്കൂട്ടാവട്ടെ, തിരുവനന്തപുരം സെൻട്രൽ ആവട്ടെ, കാട്ടാക്കടയാവട്ടെ, ഈ മണ്ഡലങ്ങളിലൊക്കെ നേമത്താവട്ടെ ബി ജെ പി വലിയ മുന്നേറ്റമാണ് നടത്തിയത്. ബാക്കി 15 നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാം സ്ഥാനത്തിന് കുറഞ്ഞ വോട്ടുകൾ കൊണ്ട് ഒന്നാം സ്ഥാനത്ത് എത്താൻ സാധിക്കും. മറ്റൊന്ന് നമുക്ക് പരിശോധിച്ചാൽ 40 നിയമസഭാ മണ്ഡലങ്ങളിൽ ശക്തമായ ത്രികോണ മത്സരത്തിന് അവസരമൊരുങ്ങിയിരിക്കുകയാണ്. അപ്പോൾ കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കി എന്നുള്ളതാണ് ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ ഫലം വിലയിരുത്തുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്നത്. പക്ഷേ ബിജെപിക്കെതിരെ വരുന്ന ഒരു വിമർശനം ശ്രീ പി കെ കൃഷ്ണദാസ്, നിങ്ങൾ ഉള്ളതിലും കൂടുതൽ നിങ്ങളതിനെ വലുതാക്കി കാണിക്കുകയാണ്, അതായത് നേട്ടത്തെ കുറച്ചുകൂടി ഉയർത്തി കാണിക്കുകയാണോ എന്ന സംശയമുണ്ട്. അതിനങ്ങ് മറുപടി പറയും. ഇപ്പോൾ തലസ്ഥാനത്തെ കാര്യം പറയുമ്പോൾ ശരിയാണ്, കോർപ്പറേഷനിൽ വരുന്ന നിയമസഭാ മണ്ഡലങ്ങൾ അത് ഉറപ്പായിട്ടും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു വെല്ലുവിളിയാണ്. പക്ഷേ നഗരത്തിൽ മാത്രമാണ്. അകത്തേക്ക് പോകുമ്പോൾ ഗ്രാമപഞ്ചായത്തിലടക്കം നിങ്ങൾക്ക് അവിടേക്ക് തൊടാൻ പറ്റിയിട്ടില്ല. നഗരത്തിൽ നിങ്ങളുടെ സാന്നിധ്യമുണ്ട്, ഉള്ളിലേക്ക് ഇല്ല. അപ്പോൾ തലസ്ഥാനം പൂർണ്ണമായും നിങ്ങൾക്ക് എന്നുള്ളത് പറയാനും ആവില്ല. അല്ല, ഒരു കാര്യം ശരിയാണ്. ഇപ്പോൾ കോർപ്പറേഷൻ, നഗരസഭ, മുനിസിപ്പാലിറ്റികളിലെ തെരഞ്ഞെടുപ്പ് ഫലം ഞാൻ ആദ്യം പറഞ്ഞു. മാത്രമല്ല, ഗ്രാമപ്രദേശങ്ങളിലും ഗ്രാമപഞ്ചായത്തുകളിലും ബി ജെ പി 41 ഗ്രാമപഞ്ചായത്തുകളിൽ ബി ജെ പി ഒന്നാം സ്ഥാനത്ത്. കാട്ടാക്കട നിയമസഭാ മണ്ഡലം, അവിടുത്തെ മുഴുവൻ പഞ്ചായത്തുകൾ മുഴുവൻ തന്നെ മുന്നേറ്റം ഉണ്ടാക്കിയത് ഭാരതീയ ജനതാ പാർട്ടിയും എൻ ഡി എയുമാണ്. അവിടെ ഞങ്ങൾ പെരുപ്പിച്ച് കാണിക്കുന്നത്, കാരണം തെരഞ്ഞെടുപ്പ് ഫലം പെരുപ്പിച്ച് കാണിക്കാൻ കഴിയില്ല. കാരണം അത് വസ്തുനിഷ്ഠമാണ്, അത് കണക്ക് അടിസ്ഥാനത്തിൽ പറയാൻ സാധിക്കൂ. പിന്നെ മറ്റൊന്ന് നേരത്തെ ചോദിച്ചത്, ഈ സ്വർണ്ണപ്പാളി വിഷയം കത്തിക്കാളുന്നു. പക്ഷേ പന്തളത്ത് എന്തുകൊണ്ട് നമ്മൾ പരാജയപ്പെട്ടു? അത് അവിടെ പന്തളത്ത് മാത്രമല്ല പരാജയപ്പെട്ടത്. ബി ജെ പി കഴിഞ്ഞ പ്രാവശ്യം വിജയിച്ച 500ഓളം വാർഡുകളിൽ മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഞങ്ങളെ പരാജയപ്പെടുത്തിയിട്ടുണ്ട്. ഞാനിത് റിപ്പോർട്ടർ ചാനലിൽ നിന്ന് ഞാനിത് ആരോപണം ഉന്നയിക്കുമ്പം ഞാൻ വളരെ അടിസ്ഥാനപരമായിട്ട് സത്യസന്ധമായി വസ്തുനിഷ്ഠമായിട്ടാണ് ഞാൻ ഈ ആരോപണം ഉന്നയിക്കുന്നത്. ബി ജെ പിയുടെ ഒരു ചുമതലക്കാരൻ എന്നുള്ള നിലയ്ക്കാണ് ഞാൻ ആരോപണം ഉന്നയിക്കുന്നത്. ഞങ്ങൾ മുഴുവൻ തന്നെ കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ അടുത്ത ദിവസം തന്നെ അവതരിപ്പിക്കും. ഓരോ വാർഡുകളിലും ഈ മാർക്സിസ്റ്റ് കോൺഗ്രസ് സഖ്യം എങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് ഞങ്ങൾ ജനങ്ങളെ അവതരിപ്പിക്കാൻ പോവുകയാണ്. പന്തളത്ത് സംഭവിച്ചതും എനിക്ക് പന്തളത്ത് ചാർജ് ഉണ്ടായിരുന്നു. പന്തളത്തും ഇത് തന്നെയാണ് സംഭവിച്ചത്. മാത്രമല്ല, ഇപ്പം തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ സഖ്യം ഉണ്ടായി. ഇപ്പം തെരഞ്ഞെടുപ്പിന് ശേഷം ഞാനിന്ന് കണ്ടു, കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുടെ പ്രസ്താവന ഞാൻ കണ്ടു. പാലക്കാട്ട് ഒരു കാരണവശാലും ബി ജെ പിയെ അധികാരത്തിലേറ്റാൻ അനുവദിക്കില്ല, ഞങ്ങൾ എന്തു മാർഗവും ആരുമായിട്ടും സഖ്യവും സഹകരണം ഉണ്ടാക്കുമെന്നുള്ളത്. ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് മുമ്പുണ്ടായ സഖ്യം, അണിയറയിലുണ്ടായ സഖ്യമാണിപ്പോൾ അരങ്ങത്ത് എത്താൻ വേണ്ടി പോകുന്നത്. തിരുവനന്തപുരത്തെക്കുറിച്ചും അത്തരമൊരു വാർത്തകളൊക്കെ ഇപ്പോൾ കേൾക്കുന്നുണ്ട്. അപ്പം അത് ഞാൻ സൂചിപ്പിക്കുന്നത് സഖ്യം കൊണ്ട് ഒരു സ്വതന്ത്രന്റെ പിന്തുണയല്ലേ വേണ്ടൂ തിരുവനന്തപുരത്ത് ആ സാധ്യത ഇല്ലല്ലോ. ഇപ്പോഴേ ആ ഒരു ചർച്ച യു ഡി എഫ് കോൺഗ്രസിന്റെ ഭാഗങ്ങളിൽ നിന്ന് ഉയർന്നു കേൾക്കുന്നുണ്ട്. അതിന് കാരണമുണ്ട് ശ്രീ കൃഷ്ണദാസ്. ഇപ്പോൾ ബി ജെ പിയെ തോൽപ്പിക്കുന്നതിൽ ആരാണ് മുന്നിൽ എന്നതാണ് ഇവർക്കിടയിൽ തന്നെയുള്ള തർക്കം. അത് ഞങ്ങളാണോ ഏറ്റവും വലിയ ബി ജെ പി വിരുദ്ധതയിൽ മുന്നിൽ നിൽക്കുന്നതെന്ന് യു ഡി എഫും സി പി എമ്മും തമ്മിൽ ആ ഒരു മത്സരമുണ്ട്. അപ്പോൾ ആ കാര്യത്തിൽ എൽ ഡി എഫും തമ്മിൽ, അപ്പോൾ ആ കാര്യത്തിൽ ബി ജെ പിയെ മാറ്റി നിർത്തുന്നതിന് വേണ്ടി സഖ്യമെന്ന് പറയുമ്പോൾ പുറമേ നിന്ന് പിന്തുണയ്ക്കുക എന്നടക്കമുള്ള പ്രതികരണങ്ങൾ, അതിൽ രഹസ്യാത്മകതയില്ല. പരസ്യമായി തന്നെ നേതാക്കൾ അതിൽ പ്രതികരിക്കുകയാണ്. ഞാൻ ചില കണക്കുകൾ പറയാം. 21,865 വാർഡുകൾ ഉണ്ടായിരുന്ന 2020 തിരഞ്ഞെടുപ്പിൽ ബി ജെ പി വിജയിച്ചത് 1,640 വാർഡുകളാണ്.
23,612 വാർഡുകൾ ഉയർന്ന 2025 ലഭിച്ചത് 1,902 വാർഡുകളാണ്. അപ്പോൾ ഇതൊരു വലിയ കണക്കാണോ എന്ന ചോദ്യമുണ്ട്. 2015 1,200 വാർഡുകൾ എന്ന സംഖ്യയിൽ നിന്നും 2020 അത് 1,640 എത്തുന്നു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു മുന്നേറ്റവും ഉണ്ടാകാതിരുന്നിട്ടും വട്ടിയൂർക്കാവ് തെരഞ്ഞെടുപ്പിലടക്കം പാടെ തകർന്ന് ദയനീയമായി 3ാം സ്ഥാനത്ത് പോയ സ്ഥിതിയിൽ നിന്നാണ് 2020 ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് നേരിട്ടത്. അപ്പോൾ അതൊക്കെയാണ് പറയുന്നത് ഒരു കണക്ക്. അപ്പോൾ നിങ്ങൾ വാർഡുകൾ കൂടുമ്പോൾ ഉണ്ടാകുന്ന വർധന എന്നതിലപ്പുറമുള്ള ഒരു വലിയ വർധനയുണ്ടോ എന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നു. ഓക്കെ, ഞാനതുകൊണ്ടാണല്ലോ പറഞ്ഞത്. അത് ഇപ്പോൾ അവതരിപ്പിച്ച കണക്ക് വളരെ വസ്തുനിഷ്ഠമാണ്. ഞാൻ സൂചിപ്പിച്ചല്ലോ, കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ജയിച്ചിട്ടുള്ള 500 വാർഡുകൾ, ആ 500 വാർഡുകളിൽ ഈ കോൺഗ്രസ് മാർക്സിസ്റ്റ് സഖ്യം, അവിശുദ്ധ സഖ്യം അരങ്ങേറിയിരുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് ഈ 500ഓളം സീറ്റുകൾ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത്. പന്തളം അതിൻ്റെ ജീവിച്ചിരിക്കുന്ന ഉദാഹരണമാണ്. ഞാൻ ഓരോ വാർഡ്, ഇപ്പം ഞങ്ങളെ സമയത്തിൻ്റെ കുറവ് കൊണ്ട് ഞാൻ ഓരോ വാർഡിലെയും വോട്ടിൻ്റെ കണക്ക് ഞാൻ പറയുന്നില്ല, എൻ്റെ കയ്യിലുണ്ട്. മാത്രമല്ല, ഞങ്ങൾ അടുത്ത ദിവസങ്ങളിൽ തന്നെ മാർക്സിസ്റ്റ് കോൺഗ്രസ് സഖ്യം എവിടെയൊക്കെ ഏതൊക്കെ വാർഡുകൾ ഉണ്ടായിട്ടാണ് ഞങ്ങൾ അവതരിപ്പിക്കാൻ തയ്യാറാണ്. പിന്നെ മാത്രമല്ല, മറ്റൊരു കാര്യമുണ്ട്. ഞങ്ങളെ തോൽപ്പിക്കാൻ ആർക്കാണ് സാധിക്കുക? അത് LDFന് സാധിക്കുമോ UDFന് സാധിക്കുമോ എന്ന് പറയുമ്പം ഭാരതീയ ജനതാ പാർട്ടിയും NDAയും കേരളത്തിൻ്റെ രാഷ്ട്രീയ രംഗത്ത് മുഖ്യധാരയിലേക്ക് വന്നു എന്നുള്ളത് LDFും UDFും സമ്മതിക്കുകയാണ്. അത് BJPയുടെയും NDAയുടെയും പ്രസക്തി വർദ്ധിച്ചിരിക്കുന്നു. ഒരു കാര്യം ഉറപ്പാണ്. ഇപ്പം ഞങ്ങൾ പ്രധാനമന്ത്രി ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, തിരുവനന്തപുരത്തെ വിജയത്തെ അദ്ദേഹം വിലയിരുത്തിയത് 1987 അഹമ്മദാബാദ് കോർപ്പറേഷൻ, അതായത് ഗുജറാത്ത് തലസ്ഥാനം അഹമ്മദാബാദ് കോർപ്പറേഷനിൽ BJP വിജയിച്ചു, ഭരണത്തിലെത്തി. അതിനുശേഷമാണ് ഈ അഹമ്മദാബാദിലെ കോർപ്പറേഷൻ വിജയമാണ് ഗുജറാത്തിൽ അധികാരത്തിലേറാൻ സാധിച്ചത്. ഇപ്പോൾ ആ അവിടെ അധികാര തുടർച്ച ഇപ്പോഴും നടക്കുന്നു. ഇതേപോലെ ഞങ്ങൾ പറയുന്നു, തിരുവനന്തപുരത്തെ ഈ വിജയം, അതുപോലെ മറ്റെല്ലായിടത്തും ഉണ്ടായ വിജയം സ്വാഭാവികമായിട്ടും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്ന കാര്യം സംശയമില്ല. മറ്റൊരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കുന്നു. നേരത്തെ റിപ്പോർട്ടർ ചാനലിൻ്റെ വാർത്തയിൽ ഞാനിപ്പോൾ കണ്ടു, വെൽഫെയർ പാർട്ടി UDFുമായിട്ട് ചർച്ച ചെയ്യാൻ വേണ്ടി പോവുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടിയും UDFും ഉണ്ടായിട്ട സഖ്യം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ തുടരാൻ പോകുന്നു. അതിന് ചർച്ച ആരംഭിക്കാൻ പോകുന്നു. വെൽഫെയർ പാർട്ടിക്ക് ഈ സഖ്യത്തിലൂടെ ലഭിച്ചത് 76 സീറ്റാണ്. മറുഭാഗത്ത് LDF ഈ മതന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ട് SDP-യുമായിട്ട് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ സഖ്യം ഉണ്ടാക്കിയിരുന്നു. പരസ്യമായ സഖ്യമാണ്. അവർക്ക് കിട്ടിയത് 106 സീറ്റാണ്. പക്ഷെ ഒരു കാര്യം നമ്മൾ 102 സീറ്റാണ്. ഒരു കാര്യം ഓർക്കേണ്ടത്, തീവ്രവാദ സംഘടനകൾ, ഈ മത സംഘടനകൾ, അവരൊക്കെ തന്നെ ഒരു കൺസോർഷ്യത്തില, ഒരു മുന്നണിയില്ല. അവർ ഒരുമിച്ച് ആലോചിച്ച് തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജമാഅത്ത് ഇസ്ലാമി UDFിൻ്റെ കൂടെ, SDPI LDFിൻ്റെ കൂടെ, രണ്ടുപേർക്കും ചേർന്ന് കേരളത്തിൽ 178 സീറ്റാണ് ആരോപണമായിട്ടല്ലേ പറയാൻ പറ്റുള്ളൂ. കാരണം SDPIയും ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയും ഒക്കെ തന്നെയും UDFിനെ പിന്തുണയ്ക്കുന്നുവെന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് LDF ആണ്, CPIM ആണ്. അല്ല, ഞാൻ ചോദിക്കട്ടെ, ജമാഅത്ത് ഇസ്ലാമി ആയാലും ജമാഅത്ത് ഇസ്ലാമിയുമായിട്ടുള്ള സഖ്യം മുഖ്യമന്ത്രി സമ്മതിച്ചിട്ടുണ്ട്, പ്രതിപക്ഷ നേതാവ് സമ്മതിച്ചിട്ടുണ്ട്. ജമാഅത്ത് ഇസ്ലാമി എന്ന് പറഞ്ഞ ആഗോള തീവ്രവാദത്തിൻ്റെ ബുദ്ധി കേന്ദ്രമാണ്. എവിടെ ചാവേർ ആക്രമണം നടന്നാലും, എവിടെ ഭീകരാക്രമണം നടന്നാലും അതിൻ്റെ ബുദ്ധി കേന്ദ്രം ജമാഅത്ത് ഇസ്ലാമിയാണെന്ന് എല്ലാവർക്കും അറിയാം. അത്തരം സംഘടനകളെയാണ് LDFും UDFും ഇവിടെ സഖ്യവും, ആ സംഘടനകളുമായിട്ടാണ് സഖ്യവും സഹകരണം ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരു കാര്യം ഉറപ്പാണ്, നിരോധിക്കപ്പെട്ട ഒരു സംവിധാനമല്ല. അപ്പോൾ അവർക്ക് ഈ ജനാധിപത്യ സംവിധാനത്തിൽ അവർക്ക് പങ്കെടുക്കാനുള്ള അർഹതയുണ്ട്. നിരോധിക്കപ്പെട്ടാൽ ചിത്രം മാറും. നിരോധിക്കപ്പെട്ട സംവിധാനമല്ല. അപ്പോൾ അവർക്ക് ഓരോ തെരഞ്ഞെടുപ്പിലും ആരെ പിന്തുണയ്ക്കണം എന്നതിൽ കൃത്യമായ ആലോചനകൾ ഉണ്ടാകും. അവരുടെ തീരുമാനം എന്നുള്ളത് BJPയെ ആര് ചെറുക്കുന്നു ശക്തമായി അവർക്ക് വോട്ട് എന്നുള്ളതാണ്. അങ്ങനെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ തുടർച്ചയായി പിന്തുണച്ചു വന്നത്. അങ്ങനെയാണല്ലോ, അതിനുശേഷമാണല്ലോ ഇപ്പോൾ അവർ LDF അവർക്ക് ശത്രുക്കളായി മാറിയത്, അല്ലെങ്കിൽ LDFന് അവർ ശത്രുക്കളായി മാറിയത്. അപ്പോൾ ആരാണോ BJPയെ നന്നായി എതിർക്കുന്നത് അവർക്ക് വോട്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണോ ആ വാദം അങ്ങിപ്പോൾ ആവർത്തിച്ച് പറയുന്നത്? അല്ലല്ല, അവരെ സംബന്ധിച്ച് ദേശസ്നേഹം ഉയർത്തിപ്പിടിക്കുന്ന എല്ലാ സംഘടനകളെയും
ഈ രാജ്യദ്രോഹ ശക്തികൾ, ഭീകര സംഘടനകൾ, തീവ്രവാദ സംഘടന എതിർക്കും. അത് സ്വാഭാവികമാണ്. താങ്കൾ സൂചിപ്പിച്ചതുപോലെ അവർക്ക് ഈ ഒരുമിച്ച് ഇപ്പം SDPIയും അതുപോലെ ജമാഅത്ത് ഇസ്ലാമി നിരോധിക്കപ്പെട്ട പാർട്ടിയല്ല, ശരിയാണ്. അവർക്ക് അവരെ സംബന്ധിച്ച് അവർക്ക് മുഖ്യ പ്രതിപക്ഷ കക്ഷിയുടെ പിന്തുണ വേണം, ഭരണകക്ഷിയുടെ പിന്തുണ വേണം. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് തീവ്രവാദ സംഘടന രണ്ടു പക്ഷത്തും അണിനിരക്കുന്നു. പക്ഷേ ഞാൻ പറഞ്ഞു വന്നതല്ല, ഇത് കേരളത്തിലെ മലയാളികൾ ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും അതീതമായി ഈ മതഭീകര സംഘടനകൾ, ജനാധിപത്യത്തിൽ വിശ്വാസമില്ലാത്ത മതാധിഷ്ഠിത സംഘടനകൾ, മതരാഷ്ട്രവാദികൾ, ദേശവിരുദ്ധ സംഘടനകൾ ഈ വീതം വെച്ച് LDFനോടൊപ്പം UDFനോടൊപ്പം ചേർന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ജനങ്ങൾ കാണും എന്ന കാര്യം സംശയമില്ല. നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക, കേരളം പിടിക്കുക എന്ന ലക്ഷ്യമാണല്ലോ. നിങ്ങൾ ഈ പറയുന്ന വാദം ആവർത്തിക്കുകയാണെങ്കിൽ കേരളം പോലുള്ള ഒരു സ്ഥലത്ത് ഇവിടെ മുസ്ലിം വർഗീയത ആകെ പടർന്നു പിടിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചുകൊണ്ട്, എല്ലാവരും വോട്ട് നേടി വിജയിച്ചുകൊണ്ട് മുന്നേറാനാവുക? ഈ വാദം നിങ്ങൾ ഉന്നയിക്കുന്നു. ഇതേ വാദം CPIMും ഇവിടെ ഉന്നയിച്ചതാണ്. അവർക്ക് തിരിച്ചടിയായെന്ന വിലയിരുത്തൽ വരുമ്പോഴാണ് നിങ്ങളത് വീണ്ടും വീണ്ടും ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതെങ്ങനെയാണ് കേരളത്തിൽ ഫലവത്താവുക? അല്ല, CPMൻ്റെ തിരിച്ചടി ഈ എന്താ പറയുക, മത തീവ്രവാദത്തെ എതിർത്തത് കൊണ്ടല്ല. മത തീവ്രവാദത്തെ അവർ കൂട്ടുപിടിക്കുക, അവരുമായി സഖ്യം ഉണ്ടാക്കുക. മാർക്സിസ്റ്റ് പാർട്ടിക്കേറ്റ തിരിച്ചടി എന്ന് പറയുന്നത് ഒന്ന് ഈ ശബരിമലയിലെ സ്വർണ്ണമോഷണം, പിന്നെ ജനവിരുദ്ധ നയങ്ങൾ. കാശിന് കൊള്ളാത്തൊരു ഗവൺമെൻറ്റാണ് ഈ ഇടതുപക്ഷ ഗവൺമെൻറ് എന്നുള്ളത് CPMലെ പ്രവർത്തകർ പോലും അംഗീകരിക്കുക. അവർക്ക് പോലും വേണ്ടാത്തൊരു ഗവൺമെൻറ്റാണിത്. അതിൻ്റെ ഭാഗമായിട്ടാണ് അവരുടെ ജനവിരുദ്ധത, അവരുടെ ദേശവിരുദ്ധത, അവരുടെ ഈ ശബരിമലയിൽ കാണിച്ചുള്ള സ്വർണ്ണമോഷണം, ഇതിനെതിരായിട്ടുള്ള ജനവിധിയാണ് അവർക്കുണ്ടായത്. അവർ ഒരിക്കലും തീവ്രവാദത്തിന് എതിരല്ല. അവർ തീവ്രവാദികളുമായി സഖ്യവും സഹകരണവും ഉണ്ടാക്കിയ പാർട്ടിയാണ് മാർക്സിസ്റ്റ് പാർട്ടിയും LDFും. മുഖ്യമന്ത്രിയെ സംബന്ധിച്ചു ഇന്നലെ വരെ ഞങ്ങൾ ജമാഅത്ത് ഇസ്ലാമിയുമായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട്, സഖ്യം ഉണ്ടാക്കിയിട്ടുണ്ട്, എല്ലാം സമ്മതിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് പ്രതിപക്ഷ നേതാവും സമ്മതിക്കുന്നത്. അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പാണ്, BJPയും NDAയും ഈ തെരഞ്ഞെടുപ്പോടുകൂടി മുഖ്യധാരയിലേക്ക് വന്നിരിക്കുന്നു. BJPയും NDAയും കേരളത്തിലെ ഒരു പ്രബല ശക്തിയായി, പ്രബല മുന്നണിയായി മാറുന്നു. കേരളത്തിലെ ജനങ്ങൾ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കാൻ, BJP NDA സ്വീകരിക്കാൻ തയ്യാറാകും എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. CPM പ്രതിനിധിയിലേക്ക് പോകുന്നത് ശ്രീ VPP മുസ്തഫ, തെരഞ്ഞെടുപ്പ് പരാജയം എന്തുകൊണ്ട് എന്ന വിലയിരുത്തലേക്ക് നിങ്ങൾ എത്തിയോ? എന്തൊക്കെയാണ് കാരണങ്ങൾ എന്ന വിലയിരുത്തലേക്ക് എത്തിയോ? നാളെ ഇപ്പോൾ CPM സെക്രട്ടേറിയറ്റ് ഉണ്ട്. അപ്പോൾ CPM സെക്രട്ടേറിയറ്റിൽ വിലയിരുത്തലുകൾ നടത്തുകയാണോ ചെയ്യുക, അതോ അതിൽ പ്രധാനപ്പെട്ട തീരുമാനങ്ങളിലേക്ക് വരുമോ? അല്ല, തീർച്ചയായിട്ടും അങ്ങനെയാണല്ലോ. ഇപ്പോൾ പ്രാഥമികമായ നിഗമനങ്ങൾ ഇന്നലെ തൊട്ട് തന്നെ പാർട്ടി നേതാക്കൾ വ്യക്തമാക്കിയിട്ടുണ്ട്. പാർട്ടി ജനറൽ സെക്രട്ടറി സഖാവ് MA ബേബി, സംസ്ഥാന സെക്രട്ടറി സഖാവ് ഗോവിന്ദൻ മാഷ്, പാർട്ടി പോളിറ്റ് ബ്യൂറോ മെമ്പറും മുഖ്യമന്ത്രിയുമായിട്ടുള്ള സഖാവ് പിണറായി ഉൾപ്പെടെ മിക്കവാറും നമ്മുടെ നേതൃനിരയിലുള്ള സഖാക്കളെല്ലാം, തൊട്ട് മുമ്പ് സഖാവ് EP ജയരാജൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ എല്ലാം പ്രാഥമികമായിട്ടുള്ള റിമാർക്സ് വന്നിട്ടുണ്ട്. എന്നാൽ അതെല്ലാം നിലവിൽ വ്യക്തിപരമായിട്ടുള്ള നേതൃനിരയിൽ നിൽക്കുന്ന നേതാക്കൾ എന്നുള്ള നിലയിൽ വ്യക്തിപരമായിട്ടുള്ള അവരുടെ അഭിപ്രായങ്ങൾ, കമൻറ്റുകൾ എന്നുള്ള നിലയിലാണ് വന്നിട്ടുള്ളത്. പാർട്ടിയുടെ കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു നിലപാട് വരിക എന്ന് പറയുന്നത് താങ്കളിപ്പോൾ സൂചിപ്പിച്ച നാളെ സെക്രട്ടേറിയറ്റ്, തുടർന്ന് പാർട്ടിയുടെ സംസ്ഥാന സമിതി, അങ്ങനെ യോഗങ്ങൾ ചേർന്ന് പരിശോധനകൾ നടത്തി ആവശ്യമായ തിരുത്തലുകൾ വരുത്തും. അങ്ങനെ തന്നെയാണ് എല്ലാ നേതാക്കളും ഒരുപോലെ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ശ്രീ VPP മുസ്തഫ, ഇതുവരെ വന്ന പ്രതികരണങ്ങളിൽ വിമർശനമുള്ള ഒരു പ്രതികരണവും കണ്ടില്ല. ഇതിൽ UDFനെ കുറ്റപ്പെടുത്തുന്ന അല്ലെങ്കിൽ BJP കുറ്റപ്പെടുത്തുന്ന പ്രതികരണങ്ങൾ കണ്ടു. പക്ഷേ നിങ്ങൾ എങ്ങനെ തോറ്റു എന്നുള്ള നിങ്ങളുടെ ആത്മവിമർശനപരമായ പ്രതികരണങ്ങൾ കണ്ടില്ല, ഒരു നേതാവിൽ നിന്നും കേട്ടില്ല. എല്ലാവരുടെയും പ്രസ്താവനകളിലുള്ള ഒരു പ്രധാനപ്പെട്ട ഊന്നൽ എന്ന് പറയുന്നത് ഞങ്ങൾ പരിശോധിച്ച് ആവശ്യമായ തിരുത്തലുകൾ വരുത്തും എന്നാണ്. എല്ലാവരുടെ പ്രസ്താവനയിലും ആ വാചകമുണ്ട്. പരിശോധിക്കും, തിരുത്തും എന്ന് തന്നെയാണ് ഉള്ളത്. ഇന്ന് ദേശാഭിമാനി പത്രത്തിന്റെ തലക്കെട്ട് തന്നെ തിരുത്തും, മുന്നേറും എന്നാണ്. ഇത്രത്തോളം ആത്മവിമർശനം നടത്തിയിട്ട് അത് താങ്കൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ അത് വേറെന്തെങ്കിലും കെറിവ് കൊണ്ടായിരിക്കുമെന്ന് എനിക്ക് പറയാൻ കഴിയുള്ളൂ. അത്രയും കൃത്യമായിട്ട് തന്നെയാണ് പാർട്ടി പറയുന്നത്. ഞങ്ങൾ പരിശോധിക്കും. അങ്ങനെയൊക്കെ തന്നെയാണ് ഞങ്ങൾ മുമ്പും ഇതുപോലുള്ള സാഹചര്യങ്ങളെ അഭിമുഖീകരിച്ചിട്ടുള്ളത്. ഇനിയും അങ്ങനെ തന്നെയാണ് പോവുക. പക്ഷേ ഇവിടെ ഈ പറഞ്ഞതുപോലെ താങ്കളൊക്കെ അവതരിപ്പിച്ച ഇൻട്രോയിൽ അവതരിപ്പിച്ച കാര്യങ്ങളും ഇവിടെ ശ്രീ കൃഷ്ണദാസ് പറഞ്ഞ കാര്യങ്ങളും ഒക്കെയാണോ യഥാർത്ഥ വസ്തുതകൾ? അതിൽ ഉൾക്കൊള്ളേണ്ടതുണ്ടോ? ഉൾക്കൊള്ളും. അതിൽ വെച്ച് തിരുത്തേണ്ടതുണ്ടെങ്കിൽ തിരുത്തും. പക്ഷെ ഇവിടെ നിങ്ങൾ കൃഷ്ണദാസ് എടുത്ത സമീപനം തന്നെ നോക്കൂ. ഞങ്ങളിപ്പോൾ
വലിയ നിലയിൽ പിന്നെ മത തീവ്രവാദികളുടെ, പ്രത്യേകിച്ച് ഇസ്ലാമിക തീവ്രവാദികളുടെ ആളാണ് കേരളത്തിലെ CPM. മുസ്ലിം പ്രീണനം നടത്തുന്നു. ഇതാണ് അദ്ദേഹം അടിവരയിടുന്നത്. അതിനു വേണ്ടിയിട്ട് അദ്ദേഹം വസ്തുതാപരമല്ലാത്ത കാര്യവും പറയുന്നു. ജമാഅത്തെ ഇസ്ലാമിയുമായി ചർച്ച നടത്തിയിട്ടുണ്ട്, സഖ്യമുണ്ടാക്കിയിട്ടുണ്ട് എന്നൊക്കെ മുഖ്യമന്ത്രി തന്നെ സമ്മതിച്ചിട്ടുണ്ട്. ഇല്ല, മുഖ്യമന്ത്രി പറഞ്ഞത് എന്താ? ജമാഅത്തെ ഇസ്ലാമിയുടെ ആളുകൾ എന്നെ കാണാൻ വന്നിട്ടുണ്ട്, ഞാൻ അങ്ങോട്ട് ക്ഷണിക്കുകയോ അങ്ങോട്ട് പോയതോ അല്ല. അന്ന് CPM സെക്രട്ടറി ആയിരുന്ന എന്നെ കാണാൻ വന്നിട്ടുണ്ട്, അവരുടെ നിലപാടുകൾ പറഞ്ഞു. അപ്പോൾ തന്നെ അവരുടെ നിലപാടിനോടുള്ള എതിർപ്പും ഞാൻ പറഞ്ഞു. ഒരു സഖ്യവും ഉണ്ടാക്കിയിട്ടില്ല, അല്ലാതെ സഖ്യമുണ്ടാക്കി എന്നല്ല പറഞ്ഞത്. എന്നാൽ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് പരസ്യമായി CPM-നെതിരെ സഖ്യമുണ്ടാക്കിയ പാർട്ടിയാണ് BJP. ഈ കഴിഞ്ഞ ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാശ്മീരിലെ കുൽഗാം മണ്ഡലത്തിൽ BJP-യുടെ NDA-യുടെ സ്ഥാനാർത്ഥി ആരായിരുന്നു? കൃഷ്ണദാസ് ഇവിടുന്ന് പോയി. പക്ഷെ ചോദിക്കേണ്ട ചോദ്യം അതാണല്ലോ. ജമ്മു കാശ്മീർ നമുക്കറിയാലോ, അവര് വലിയ നിലയിൽ തീവ്രവാദമൊക്കെ അടിച്ചമർത്തി, ഞങ്ങൾ ഇതാ മോഡിയുടെ 56 ഇഞ്ച് എന്നൊക്കെ പറഞ്ഞു പോയിട്ട് അവിടെ കാശ്മീരിനെ 3ആയി പിരിച്ചിട്ട് കാശ്മീരിലെ തെരഞ്ഞെടുപ്പ് നടത്തി. കുൽഗാം മണ്ഡലത്തിലെ NDA-യുടെ BJP-യുടെ സ്ഥാനാർത്ഥി ആരായിരുന്നു? അങ്ങനെ ഒരു സ്ഥാനാർത്ഥി ഉണ്ടായിട്ടില്ല. അവര് പിന്തുണച്ചത് അവിടെ ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാനാർത്ഥിയാണ്. അവിടെ ജയിച്ചതാരാ? ഒരു തവണയല്ല, കഴിഞ്ഞ 4 തവണയായിട്ട് കുൽഗാം മണ്ഡലത്തിൽ നിന്ന് ജയിച്ചു വരുന്നത് CPIM ആണ്. പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗം സഖാവ് മുഹമ്മദ് യൂസഫ് തരീഖാമിയാണ്. ആ CPM-ന് ഒരു സീറ്റേ ഞങ്ങൾ അവിടെ ജയിക്കുന്നുള്ളൂ. അവിടെ പോലും CPM-നെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട് പരസ്യമായി, തങ്ങൾക്ക് വേണ്ടത്ര ശേഷിയില്ലാത്തത് കൊണ്ട് പരസ്യമായി ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് സഖ്യമുണ്ടാക്കിയതാണ് BJP. ഏത് കാശ്മീര് പോലെ ഞങ്ങൾ ദുർബലമായ ഒരു സ്റ്റേറ്റിൽ പോലും ഇവിടെ സന്ദീപ് വാര്യർ ശരിയായ വിധത്തിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് ചർച്ച നടത്തിയ മാത്രമല്ലോ, ജമാഅത്തെ ഇസ്ലാമിയുടെ വേദിയിൽ, ഡൽഹിയിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ വേദിയിൽ RSSന്റെ നേതാവ് KK ജെയിൻ വേറെ ഒരു പാർട്ടിക്കാരെയും വിളിച്ചിരുന്നില്ല ആ പരിപാടിയിലേക്ക്. മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെയും ആളുകളെ വിളിച്ചിരുന്നില്ല. ആകെ ജമാഅത്തെ ഇസ്ലാമി ക്ഷണിച്ചിരുന്നത് RSSനെയാണ്. RSSന്റെ അഖിലേന്ത്യാ കാര്യവാഹകന്മാരിൽ ഒരാളായിട്ടുള്ള KK ജെയിനാണ് ആ പരിപാടിയിൽ പങ്കെടുത്തത്. ഒന്നാമത്തെ കാര്യം, ഇവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിയും കശ്മീരിലെ ജമാഅത്തെ ഇസ്ലാമിയും രണ്ടാണ്. പക്ഷെ രണ്ടും ഒന്നെന്ന മട്ടിൽ നിങ്ങൾ ഇവിടെ പ്രചാരണം നടത്തുന്നുണ്ടായിരുന്നു. ഞാൻ ചോദിക്കുന്നത്, കേരളത്തിൽ ഒരു വലിയ സംവിധാനമല്ലാത്ത ജമാഅത്തെ ഇസ്ലാമി എന്ന് നിങ്ങൾ ആവർത്തിച്ചു പറഞ്ഞത് നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായിട്ടുണ്ടോ? പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷ വോട്ട് നഷ്ടപ്പെടുന്നതിൽ പ്രധാനപ്പെട്ട കാരണമായിട്ടുണ്ടോ? ഇപ്പോഴും നിങ്ങൾ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നിങ്ങൾ എല്ലാ ഉപതെരഞ്ഞെടുപ്പിലും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രി മുഖാമുഖത്തിൽ ഇത് തന്നെ ആവർത്തിക്കുകയായിരുന്നു. അതിൽ നിങ്ങൾക്കുണ്ടായ വോട്ട് ചോർച്ച അത് നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടോ? ഇനിയും അത് തന്നെയാണോ തുടരുന്നത്? ഒന്ന്, താങ്കൾ പറഞ്ഞതിലുള്ള ഒരു പെശക്, ഈ പേരിൽ കാശ്മീരിലെ ജമാഅത്തെ ഇസ്ലാമിയും ഇപ്പുറത്ത് മറ്റ് ജമാഅത്തെ ഇസ്ലാമിയും തമ്മിൽ വ്യത്യാസം ഉണ്ടാകും. പക്ഷേ ആഗോളതലത്തിൽ ഇവരെല്ലാം നയിക്കുന്ന പ്രത്യയശാസ്ത്രം ഒന്നാണ് എന്നുള്ളതിന്റെ തെളിവാണല്ലോ ലോകത്തിലെ ബ്രദർഹുഡ്, ഇസ്ലാമിക് ബ്രദർഹുഡിന്റെ നേതാക്കളുടെ ചിത്രം ഉയർത്തിപ്പിടിച്ചിട്ടാണ് കോഴിക്കോട് എയർപോർട്ടിന് മുന്നിൽ ഒരു സമരം നടന്നത് ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ. അത് നമ്മുടെ മുന്നിൽ ഈ കേരളത്തിലാണ്. നമ്മുടെ മുന്നിൽ ശ്രീ VP മുസ്തഫ പലതവണ ചർച്ച ചെയ്ത് ചെടിച്ചുപോയ കാര്യമാണെങ്കിലും നിങ്ങൾ സഹകരിച്ചതിന്റെയും നിങ്ങൾ തമ്മിൽ കണ്ടതിന്റെയും നിങ്ങൾ വേദികൾ പങ്കിട്ടതിന്റെയും ചിത്രങ്ങളും വാർത്തകളും ജമാഅത്തെ ഇസ്ലാമിക്ക് നല്ല നിലപാടുണ്ടെന്ന് പിണറായി വിജയൻ പറഞ്ഞതിന്റെ വാർത്താ കട്ടിങ്ങളൊക്കെ പല തവണ ചർച്ച ചെയ്തതാണ്. പറയുമ്പോൾ തന്നെ ചെടിക്കുകയാണ്. അപ്പോൾ നമ്മൾ അതിൽ മാത്രമായി ഊന്നേണ്ടതില്ല. അപ്പോൾ ഇതും ഒരു ഘടകമാണോ എന്നുള്ളതാണ് ചോദിച്ചത്. പക്ഷേ അങ്ങ് ഇപ്പോഴും അത് ഉന്നയിക്കുന്നതുകൊണ്ട് ഞാനത് വിടുകയാണ്. ഞാൻ സന്ദീപ് വാര്യരിലേക്ക് പോകുന്നു. സന്ദീപ് വാര്യർ, ഇപ്പോൾ LDF എന്തായാലും തിരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണ്. പക്ഷെ അതോടൊപ്പം തന്നെ ഇവിടെ BJP വളർച്ച കൈവരിക്കുന്നു, BJP എല്ലായിടത്തേക്കും പടരുന്നു എന്നൊരു സാഹചര്യം കൂടി നിലനിൽക്കുകയാണ്. UDF-ന്റെ അടുത്ത നീക്കം, പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ അടുത്ത നീക്കം എന്താണ്? നിങ്ങൾക്ക് ഇത്തവണ ഒരു ചിട്ടയായ പ്രവർത്തനം ഉണ്ടായിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ. നിയമസഭാ തെരഞ്ഞെടുപ്പാകുമ്പോഴേക്കും എന്താകും എന്നുള്ളൊരു ഒരു ചോദ്യം അവിടെ നിൽക്കുന്നു. നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം നേതാക്കൾക്കിടയിൽ ഈ ഐക്യം നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടാകുമോ എന്നുള്ളതാണ്. കുറച്ച് കഴിയുമ്പോഴേക്കും ആരാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നതിലുള്ള തർക്കം തുടങ്ങും. പിന്നെ പരസ്യ പ്രതികരണങ്ങളിൽ വ്യത്യസ്ത പ്രതികരണങ്ങളിലേക്ക് നേതാക്കൾ നീങ്ങും. അതിപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിലും കണ്ടതാണ്. ആ വിഷയം അത്ര ഏശിയില്ല എന്ന് മാത്രം. അപ്പോൾ എന്താണ് നിങ്ങളുടെ സ്ട്രാറ്റജി? സ്മൃതി, ആ ചോദ്യത്തിന് മറുപടി പറയുന്നതിന് മുമ്പ് ഇവിടെ നേരത്തെ സംസാരിച്ചിട്ടുള്ള ബഹുമാനായിട്ടുള്ള ശ്രീ PK കൃഷ്ണദാസ്, ഞാൻ അദ്ദേഹത്തോട് എല്ലാ ബഹുമാനവും വെച്ചുകൊണ്ട്, അദ്ദേഹം ചർച്ചയിൽ നിന്ന് പോയി എങ്കിൽ പോലും അദ്ദേഹം ഈ ഭാഗം ഞാൻ പറയുന്നത് പിന്നീട് കേൾക്കും എന്നുള്ള വിശ്വാസത്തിൽ പറയുകയാണ്. ഞാൻ അദ്ദേഹത്തോട് എല്ലാ ബഹുമാനവും വെച്ചുകൊണ്ട് വളരെ കൃത്യമായിട്ടൊരു ചോദ്യമാണ് ഉന്നയിച്ചത്. അദ്ദേഹം ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ചും ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ രൂപമായിട്ടുള്ള വെൽഫെയർ പാർട്ടി
ചെയ്തിട്ടുള്ള ചില പിന്തുണയെക്കുറിച്ചുമൊക്കെ അദ്ദേഹം ഇവിടെ സംസാരിക്കുമ്പോൾ വാചാലനായിട്ട് സംസാരിച്ചു. അവരൊരു തീവ്രവാദ വർഗീയ സംഘടനയാണ്, രാജ്യദ്രോഹ സംഘടനയാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ആളുകൾക്ക്, ഇത് കേൾക്കുന്ന ആളുകൾക്ക് ഉയരുന്നൊരു സംശയമാണ് ഞാൻ ചോദിച്ചത്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് RSS അവരുമായി ചർച്ച നടത്തിയത്? അപ്പോൾ അതിൽ വാസ്തവത്തിൽ RSS ചർച്ച നടത്തിയത് 2 തവണയാണ്. ഒന്ന്, കേരളത്തിൽ RSSൻ്റെ നേതാക്കളുമായി ഒരു ക്ലോസ് ഡോർ മീറ്റിംഗ് 2019 ജമാഅത്തെ ഇസ്ലാമി നടത്തിയിട്ടുണ്ട്. അതിനുശേഷം ഈ RSS തന്നെ മുൻകൈ എടുത്തുകൊണ്ട് ഒരു 4-അംഗ ടീമിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ചർച്ച ജമാഅത്തെ ഇസ്ലാമിയുമായി ഡൽഹിയിൽ വെച്ച് നടത്തിയിട്ടുണ്ട്. അത് RSSൻ്റെ ദേശീയ നേതൃത്വം മുൻകൈ എടുത്തുകൊണ്ടാണ് അത്തരമൊരു ചർച്ച നടത്തിയിട്ടുള്ളത്. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള ഗ്രൂപ്പുകളുമായിട്ട് ചർച്ച നടത്തുന്ന സമയത്ത് ഇനി എന്തിനു വേണ്ടിയിട്ടുമാകട്ടെ പി കെ കൃഷ്ണദാസ് ഈ ചർച്ചയിൽ പറഞ്ഞതുപോലെ തീവ്രവാദ സംഘടനയാണ്, രാജ്യദ്രോഹ സംഘടനയാണെന്നുണ്ടെങ്കിൽ അത്തരം സംഘടനകളുമായിട്ട് എന്തിനാണ് ഇവരെ പോലെയുള്ള വലിയ ദേശഭക്തർ പോയി ചർച്ച നടത്തിയത് എന്ന് കേരളത്തിലെ പൊതുസമൂഹത്തിന് സംശയം ഉണ്ടാവില്ലേ? ആ സംശയം സന്ദീപ് എന്നൊക്കെ പറഞ്ഞ് ഓടിപ്പോകുന്നത് അതാണ് വാസ്തവത്തിൽ ചീപ്പ് എന്ന് ശ്രീ പി കെ കൃഷ്ണദാസിനെ ഓർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹവുമായിട്ട് 1-to-1 ഇന്റർവ്യൂ നടത്തുന്നുണ്ട് എന്ന് അറിഞ്ഞിട്ട് അത് കാണാൻ വന്നിരിക്കുന്ന ഒരാളല്ല ഞാൻ. ടിക്കറ്റ് എടുത്ത് കാണാൻ വന്ന ഒരാളല്ല ഞാനൊരു ചർച്ചയിലേക്ക് ക്ഷണിക്കപ്പെട്ടു വന്നതാണ്. അപ്പൊ അദ്ദേഹം ഞാൻ 1-to-1 ഇന്റർവ്യൂ മാത്രമേ ഇരിക്കൂ, ഇരിക്കില്ല എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ പറഞ്ഞോട്ടെ. ഞാൻ അങ്ങേ അതെ, ഞാൻ സ്മൃതിയെ വിമർശിക്കുകയല്ല. ഞാൻ പി കെ കൃഷ്ണദാസിനെ കുറിച്ച് എനിക്കറിയാവുന്ന കാര്യം പറയണം. അദ്ദേഹം ഈ തിരക്കൊക്കെ അഭിനയിക്കുകയാണ്. വാസ്തവത്തിൽ ഒരു പണിയില്ല, ഒരു പണിയില്ല. മാരാർജി ഭവനിൽ ചൊറികുത്തി ഇരിക്കുകയാണ്, അല്ലാതെ ഒരു പണിയില്ല. എനിക്ക് അദ്ദേഹത്തെ അറിയുന്നുണ്ടാ. ഞാൻ ചീപ്പെന്ന് പറഞ്ഞോണ്ടാ, ഞാൻ വിളിച്ചിട്ട് വന്ന ആളാണല്ലോ. ഞാൻ വിളിച്ചിട്ട് വന്നതാണ്. ചർച്ചയിലല്ല അദ്ദേഹം പങ്കെടുത്തത്. അദ്ദേഹം തുടക്കത്തിൽ അല്പനേരം എന്ന പോലെ ഇന്നലെ നമുക്ക് രമേശ് ചെന്നിത്തലയായിരുന്നു. ഇന്ന് BJP-യിലെ ഒരു പ്രധാനപ്പെട്ട നേതാവെന്ന തീരുമാനത്തിൽ തുടക്കത്തിൽ കുറച്ചു നേരം ഇരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ സന്ദീപ് കൈവയ്ക്കുന്നതുകൊണ്ട് ഞാൻ സന്ദീപിലേക്ക് പോയി എന്നുള്ളത് ഈ രീതിയിൽ അത് വഷളായി പോകുമെന്ന് ഞാൻ കരുതിയതുമല്ല. ഞാൻ അദ്ദേഹത്തോടും ക്ഷമാപണം ചോദിക്കുകയാണ്. സന്ദീപ്, ഏതായാലും നമുക്ക് ചർച്ചയിലുള്ള പാനലിസ്റ്റുകളുമായി ചർച്ച മുന്നോട്ട് പോകാം. അദ്ദേഹം ചർച്ചയിലില്ല എന്ന് ഉറപ്പിലാണെന്ന് അദ്ദേഹം വന്നത്. അപ്പോൾ പിന്നെ അതിൽ അർത്ഥമില്ലല്ലോ. അദ്ദേഹം ഇടയ്ക്കിട്ട് ഇറങ്ങിപ്പോയതല്ല, അദ്ദേഹം ചർച്ചയിലില്ല എന്ന് പറഞ്ഞിരുന്നു. ശരി, ഇത് അദ്ദേഹം ചർച്ചയിലില്ല എന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ല. ഒന്ന്, എന്നെ ചർച്ചയ്ക്കാണ് ക്ഷണിച്ചിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ഇതിലപ്പുറത്തുള്ള പാനലിസ്റ്റ് ഒരു കാര്യം പറയുമ്പോൾ അതിൽ എന്തെങ്കിലും അസ്വാഭാവികത ഉണ്ടെങ്കിൽ നമ്മൾ ഇടപെടും. അദ്ദേഹത്തിന് നേരത്തെ പോകേണ്ടതുള്ളത് കൊണ്ട് പോയി എന്നാണ് ഞാൻ കരുതിയത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇടപെട്ടതും. അതുമായി ബന്ധപ്പെട്ട ചോദ്യം, ന്യായമായ ചോദ്യം അത് ഇരിക്കുമ്പോൾ ചോദിക്കണമല്ലോ. അദ്ദേഹം പോയി കഴിഞ്ഞ ശേഷം ആ ചോദ്യം ഉയർത്തിയതുകൊണ്ട് കാര്യമില്ല. എനിക്ക് സമയം കിട്ടാത്തതുകൊണ്ടാണെന്ന് പിന്നീട് അദ്ദേഹം പറയേണ്ട കാര്യമില്ലല്ലോ. പിന്നെ അദ്ദേഹം ചീപ്പ് എന്ന പദം ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ കൃത്യമായിട്ടുള്ള കാര്യം പറയുന്നത്. പി കെ കൃഷ്ണദാസ് തിരക്ക് അഭിനയിക്കുകയാണ്. ഡോക്ടർ ജി ഗോപകുമാറിലേക്കും ഒപ്പം തന്നെ ഡോക്ടർ എം എൻ കാരശ്ശേരിയിലേക്കും വരാം ഇടവേളയ്ക്ക് ശേഷം. വരാം. ജി ഗോപകുമാർ, തദ്ദേശ തിരഞ്ഞെടുപ്പിൽ LDF എല്ലാ കാലത്തും മേൽക്കൈ കാണിച്ചിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് കോർപ്പറേഷനിലെ കാര്യം പോയാലും ഗ്രാമപഞ്ചായത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു തടസ്സം ഉണ്ടാകാറേയില്ല ഈ തിരഞ്ഞെടുപ്പ് വിജയങ്ങളിൽ. പക്ഷേ ഇത്തവണ അടപടലം പൊട്ടുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടായിരിക്കുന്നത്. എന്തായിരിക്കാം കാരണമെന്നുള്ളതാണ് അങ്ങയുടെ വിലയിരുത്തൽ? എൻ്റെ വിലയിരുത്തലിൽ കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ 3 തവണയാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ LDF-ന് പ്രത്യേകിച്ച് CPIM-ന് തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. അത് നമ്മുടെ ഈ നൂറ്റാണ്ടിൽ വന്നത് 2000-ലും 2010-ലും 1967-ൽ വൻപിച്ച വിജയം നേടി ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ വന്ന ഗവൺമെൻറ്റിൽ അപ്പോൾ നടന്ന 68-ലെ തിരഞ്ഞെടുപ്പിലും ഇതുപോലൊരു തിരിച്ചടി ഉണ്ടായി. അന്ന് പക്ഷേ തദ്ദേശ ഭരണം ഇത്ര ശക്തമായില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഭരണവിരുദ്ധ വികാരം തന്നെയാണ് പ്രബലമായി ഗവൺമെൻറ്റിനെ കടപുഴക്കി എറിയാൻ കാരണമാക്കിയത്. ഈ 10 കൊല്ലം ഭരിക്കുമ്പോൾ ആൻറ്റി ഇൻകംബൻസി വരുന്നതിൽ അത്ഭുതമൊന്നുമില്ല. പക്ഷേ ആദ്യത്തെ പിണറായി ഗവൺമെൻറ്റും രണ്ടാമത്തെ പിണറായി ഗവൺമെൻറ്റും തമ്മിലുള്ളൊരു താരതമ്യം നടത്തിയാൽ തന്നെ ഭരണവിരുദ്ധ വികാരം ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്ന ഈ ഘട്ടത്തിലാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ സ്വർണ്ണക്കൊള്ള എന്നുള്ളത് സമീപകാലത്തുണ്ടായ സംഭവമാണ്. അതിനപ്പുറം അഴിമതിയുടെ ഒരുപാട് ആരോപണങ്ങൾ മാധ്യമരംഗത്ത്, ഒരുപക്ഷെ പ്രതിപക്ഷ കക്ഷികൾ ഉയർത്തുന്നതിനേക്കാൾ കേരളത്തിലെ മാധ്യമങ്ങൾ വളരെയേറെ ചർച്ച ചെയ്ത അഴിമതി പല രംഗത്ത്, ആരോഗ്യരംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത്, പൊതുമരാമത്ത് രംഗത്ത്, അങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങളിൽ അമിതമായ രാഷ്ട്രീയ ഇടപെടലും മൂലം അഴിമതി വർദ്ധിപ്പിക്കുന്നു എന്ന് മാത്രമല്ല, ഇതിനോടൊപ്പം ചേർത്ത് വായിക്കാനുള്ള അഹന്തയും ധിക്കാരവുമെല്ലാം പാർട്ടി അണികളിലേക്കും അത് വ്യാപിച്ചതുമെല്ലാം കടുത്ത വിരോധത്തിന് കാരണമാക്കി. പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും നമ്മളൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ
ഇടതുപക്ഷത്തിനുള്ള പരമ്പരാഗതമായ ഒരുപാട് അനുകൂല ഘടകങ്ങളുണ്ട്. അത്തരം അനുകൂല ഘടകങ്ങളിൽ അടിത്തറ നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ള വസ്തുത നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ അപ്രതീക്ഷിതമായി പ്രത്യേകിച്ച് പോളിംഗ് ശതമാനം കുറഞ്ഞു വരികയും സ്വാഭാവികമായി ചിന്തിക്കുന്നത് UDF അണികളുടെ വോട്ടായിരിക്കും അവിടെ വോട്ട് ചെയ്യാത്തതെന്ന്. മറുവശത്ത് BJPയും കോൺഗ്രസും ഭരണവിരുദ്ധ വികാരത്തിനെ ന്യൂട്രലൈസ് ചെയ്യുമെന്നുള്ള പ്രതീക്ഷ വന്നപ്പോൾ വേണ്ട രീതിയിലുള്ള പരിക്ക് ഏൽക്കില്ല LDFന് എന്നൊരു ചിന്താഗതി രാഷ്ട്രീയ നിലപാടുകൾ നിരീക്ഷകരുടെ ഭാഗത്ത് പോലും ഉണ്ടായിരുന്നു. അതിനെല്ലാം മറികടക്കുന്ന രീതിയിലുള്ള ഒരു നിശബ്ദമായൊരു ഭരണവിരുദ്ധ വികാരം ഉണ്ടായി എന്നുള്ളതാണ് സത്യം. അപ്പോൾ അഴിമതി അതിന് കാരണക്കാരാണ്. അതോടൊപ്പം തന്നെ ഭരണവിരുദ്ധ വികാരം വർദ്ധിപ്പിക്കുന്ന രീതിയിൽ നേതാക്കന്മാരുടെയും ഒരു പക്ഷേ താഴെത്തട്ടിലുള്ള ആൾക്കാരുടെയും പ്രവർത്തനങ്ങളിലുള്ള ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളാണ്. ചില മന്ത്രിമാരുടെ വകുപ്പുകൾക്കുണ്ടായ ആരോപണങ്ങൾ വളരെ ഇതുണ്ട്. വിലക്കയറ്റമുണ്ട്, ദുസ്സഹമായ വിലക്കയറ്റമുണ്ട്. പിന്നെ സാമ്പത്തിക കാര്യത്തിൽ ജനങ്ങൾക്ക് നോക്കുമ്പോൾ ഈ വിലക്കയറ്റത്തോടൊപ്പം താഴെത്തട്ടിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് വേണ്ട ക്ഷേമ പദ്ധതി ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും ഇപ്പോൾ തീവ്രമായ ദാരിദ്ര്യം ഒഴിവാക്കി എന്ന് പറഞ്ഞ് വന്നെങ്കിലും അതിനോടൊപ്പം ഉയർന്ന ഒരുപാട് ആരോപണങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ ഇത്തരത്തിൽ ഒരു വശത്ത് പബ്ലിക് റിലേഷൻസ് നന്നായിട്ട് കൊണ്ടുപോകാൻ ഗവൺമെൻറ് ശ്രമിക്കുന്നു. അതേസമയം ജനങ്ങളിടയിൽ ഇത്രയും വലിയൊരു വ്യത്യാസം വന്നത് അല്ലെങ്കിൽ അഭിപ്രായ വിരുദ്ധത വന്നത് ഒരുപക്ഷെ അത് ഭരണവിരുദ്ധം എന്നുള്ള നിലയിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ മുഴുവൻ ബെനിഫിറ്റും എടുക്കേണ്ടത് UDF ആണ്. ഇത്തവണ അത് പൂർണ്ണമായി സംഭവിച്ചിട്ടില്ല. അത് ഒരു ഭാഗം എങ്കിലും ചെറിയൊരു ഭാഗമെങ്കിലും NDAയ്ക്കും BJPക്കും കിട്ടി എന്നുള്ളതാണ്. ആ നിലയ്ക്ക് നോക്കുമ്പോൾ NDAയ്ക്കും കിട്ടിയ വോട്ട് ഷെയറും UDFന് കിട്ടിയ വോട്ട് ഷെയറും കൂട്ടിച്ചേർത്ത് നോക്കുമ്പോൾ മാത്രമേ നമുക്ക് ഭരണവിരുദ്ധ വികാരത്തിൻ്റെ തീവ്രത എത്ര വലുതാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ നിലയ്ക്ക് ശരിക്കും ഇനി 4 മാസം കഴിയുമ്പോൾ 5 മാസത്തിനകം അസംബ്ലി തിരഞ്ഞെടുപ്പ് വരികയാണ്. അതിലേക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് വരുന്ന സമയത്ത് ഗവൺമെൻറ്റിന് കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട്. കാരണം അത്തരം കാര്യങ്ങൾ ഈ വരുന്ന മാസങ്ങളിൽ ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അസംബ്ലി തിരഞ്ഞെടുപ്പിൽ ഇതിനേക്കാൾ വലിയൊരു തിരിച്ചടി ഉണ്ടാകും എന്നുള്ളതിന് വസ്തുത. കേരളത്തിലെ രാഷ്ട്രീയത്തിനകത്ത് നമുക്കറിയാം പൊളിറ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ വളരെ ശക്തമാണ്. അതുകൊണ്ട് തന്നെ എന്ത് നടന്നാലും അഴിമതി ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണെങ്കിലും ധിക്കാരത്തിൻ്റെ കാര്യമാണെങ്കിലും അഹന്തയുടെ കാര്യത്തിലാണെങ്കിലും ഓരോ കാര്യങ്ങളാണെങ്കിലും അടുത്ത നിമിഷം അത് സോഷ്യൽ മീഡിയയും ടെലിവിഷനും ദൃശ്യമാധ്യമങ്ങളും പത്രമാധ്യമങ്ങളും എല്ലാം പരസ്യപ്പെടുത്തുന്നത് കൊണ്ട് ഭരണവിരുദ്ധ വികാരം ഉണ്ടാകാൻ അധികം സമയം വേണ്ട. ആകെ ഞാൻ കണ്ടൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഈ പ്രതിപക്ഷത്തിൻ്റെ ശക്തമായ ഒരു ഇടപെടൽ ഉണ്ടായിട്ടില്ല. ചർച്ചകളിൽ വന്നിട്ടുണ്ട്, പക്ഷേ അതിനപ്പുറം ജനരോഷം എന്നുള്ള നിലയിൽ വലിയ രീതിയിലുള്ള പ്രകടനമോ അത്തരം പ്രശ്നങ്ങളോ ഒന്നും ആ നിലയ്ക്ക് ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് തടസ്സമുണ്ടായിട്ടില്ല. ആശാ വർക്കേഴ്സിൻ്റെ സമരത്തിനും അവിടെയും മാധ്യമങ്ങളുടെ പിന്തുണ ലഭിച്ചു. പക്ഷേ പൊതുവിൽ നോക്കുമ്പോൾ ജനങ്ങൾക്ക് ഇടയിലുണ്ടായ ഒരു നിശബ്ദമായ ഒരു അഭിപ്രായ വ്യത്യാസം ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളുള്ളത് ശക്തമായി മുന്നേറുന്ന കാലഘട്ടമാണ്. പക്ഷേ അത് വീതിച്ചെടുക്കാൻ ഒരു വലിയ പങ്ക് UDFും ചെറിയ പങ്ക് ഈ BJPയും കൊണ്ടുപോകാൻ കാരണമായി എന്നുള്ളതും ഒരുപക്ഷെ BJP വളരുമ്പോൾ അത് UDFന് ക്ഷീണം ചെയ്യും എന്നുള്ള പരമ്പരാഗതമായ സിദ്ധാന്തവും ഇവിടെ തകിടം മറിഞ്ഞു. ഈ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട സന്ദേശങ്ങളായി എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ ഡോക്ടർ ജി ഗോപകുമാർ, ഇപ്പോൾ ഈ തിരഞ്ഞെടുപ്പിന് മുൻപ് തിരഞ്ഞെടുപ്പ് എന്നുള്ള നിലയ്ക്കല്ല, ഈ വികസനം നടപ്പാക്കുന്നതെന്ന് മാത്രമല്ല വികസനം ഇതാ നിങ്ങളിലേക്ക് എത്തുകയാണ് എന്ന് നേരിട്ട് ബോധ്യപ്പെടുത്താൻ മന്ത്രിസഭ തന്നെ സഞ്ചരിച്ചത് നമ്മൾ കണ്ടതാണ്. ആ സഞ്ചാരം, അതിൽ പൗരപ്രമുഖരുമായുള്ള കൂടിക്കാഴ്ചകൾ, ഇതൊക്കെ തന്നെയും വലിയ നേട്ടമാകുമെന്നാണ് നേരത്തെ കരുതിയത്. അതൊരു തവണ പരാജയപ്പെട്ടതാണ്. പക്ഷേ അപ്പോഴും അത്തരം കൂടിച്ചേരലുകൾ, ആ ഒരു ശൈലി വിടാൻ സർക്കാർ തയ്യാറായിരുന്നില്ല. ആ ശൈലി ഒരു തരത്തിലും വിജയിക്കുന്നതല്ല എന്ന സന്ദേശം കൂടിയാണോ ഇപ്പോൾ ഈ ഫലം? തീർച്ചയായിട്ടും. കാരണം ഈവൻറ്റ് മാനേജ്മെൻറ്റ് കൊണ്ട് കാര്യമില്ല എന്നുള്ളത് ഈ കേരളത്തിലെ പ്രത്യേകിച്ചുള്ള രാഷ്ട്രീയ രംഗത്ത് മാധ്യമങ്ങളും പൊതുസമൂഹവും ശക്തമായൊരു പശ്ചാത്തലത്തിൽ മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ നവകേരള യാത്ര എന്ന് പറഞ്ഞ് പൊതുജനങ്ങളുമായി ചർച്ച ചെയ്യുമ്പോൾ അവിടെ വിമർശനം പറയുന്ന ഒരാളെങ്കിലും വിളിച്ചിരുത്തുന്നുണ്ടോ? എല്ലാം അഭിനന്ദിക്കുന്ന ആൾക്കാരെ അല്ലാതെ, സിമ്പതൈസ് ചെയ്യുന്ന ആൾക്കാരെ അല്ലാതെ ഒരു ചർച്ച, ആരോഗ്യപരമായൊരു ചർച്ച ഉണ്ടാകുന്ന രീതിയിൽ വന്നിട്ടില്ല. അപ്പോൾ അതൊക്കെ കൂടുതലും സാമ്പത്തിക ചെലവുകൾ ഉണ്ടാക്കിയെന്നും അതോടൊപ്പം നവകേരള യാത്രയെ എതിർത്തവരെ ചെടിച്ചട്ടി ഉപയോഗിച്ച് തലയ്ക്ക് തല്ലിയ കഥയൊക്കെ ഇവർക്ക് മാധ്യമങ്ങളിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ.
അപ്പോൾ ഇതെല്ലാം ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ഈവൻറ്റ് മാനേജ്മെൻറ്റിനോട്ട് കാര്യമില്ല. പബ്ലിക് റിലേഷൻസ് ഒക്കെ നല്ലത് തന്നെ, പക്ഷേ അത് മാത്രമായി മുന്നോട്ട് പോകാൻ ഇപ്പോൾ പറ്റത്തില്ല. ഇപ്പോൾ വിലക്കയറ്റം എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. സർക്കാർ സർവീസുകളുടെ ഏതൊരു കാര്യമെടുത്താലും ഏതാണ്ട് ഒരു 50% വിലക്കയറ്റം ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അവശ്യ സാധനങ്ങൾക്കുള്ള വിലക്കയറ്റം. ഇത്തരം കാര്യങ്ങൾ പശ്ചാത്തലത്തിൽ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ആത്മപരിശോധന നടത്തേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സാഹചര്യമാണ്. ശരി, ആ നിലയ്ക്കാണ് ഇതിനെ കാണേണ്ടത്. സന്ദീപ് എന്താണ് പ്രശ്നം? സന്ദീപിന് അവസരമാണ്. ഞാൻ ഇടവേള സമയമായതുകൊണ്ടാണ് പോയത്, 7:25 ആയതുകൊണ്ട്. അങ്ങ് ഇങ്ങനെ രോഷം കൊള്ളേണ്ട കാര്യം എന്താണ്? എന്റെ ഒരു ചോദ്യം ചോദിച്ചു, എനിക്ക് മറുപടി പറയാൻ പറ്റിയില്ല. ഞാൻ വരികയാണ്, ഞാൻ അങ്ങയിലേക്ക് വരികയാണ്. നോക്കൂ, ഡോക്ടർ ജി ഗോപകുമാർ ഒരു തെരഞ്ഞെടുപ്പ് വിദഗ്ധനാണ്, നമുക്കറിയാമല്ലോ. നമ്മുടെ സീനിയർ ആയിട്ടുള്ള ആളുകൾ ഇപ്പോൾ ഡോക്ടർ എം കാരശ്ശേരിയിലേക്ക് പോയിട്ടേ ഇല്ല. അങ്ങേലേക്ക് വരുന്നില്ല എന്നുള്ളതല്ല, അങ്ങ് പറഞ്ഞ ഉടനെ തന്നെ വേറൊരു വിഷയത്തിലേക്ക് പോവുകയും ആവശ്യമില്ലാത്തൊരു തർക്കത്തിലേക്ക് പോവുകയുമായിരുന്നു. ഞാൻ കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗമായിട്ടാണ് ഇരിക്കുന്നത്. ആണല്ലോ സന്ദീപ്, ആണല്ലോ, ഉറപ്പായിട്ടുമാണ് ഭാഗമായിട്ടാണ് ഇരിക്കുന്നത്. ആണല്ലോ. അപ്പൊ ഞാൻ എന്റെ മറുപടി വേണ്ടേ? വേണം, വരികയാണല്ലോ. എന്റെ സീനിയോറിറ്റി നോക്കണ്ടായിരിക്കും, എന്റെ പാർട്ടിയുടെ മറുപടി വേണ്ടേ? സന്ദീപ്, ഞാൻ സന്ദീപിലേക്കാണ് വരുന്നത്. സന്ദീപ് പറയൂ, ഞാൻ ചോദിക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഞാൻ ചോദിച്ചാണ്. ആ ചോദ്യത്തിലേക്ക് അങ്ങ് വരാതിരുന്നു. അങ്ങ് കുറെ കാര്യങ്ങൾ പറഞ്ഞു പോയത് കൊണ്ട് സമയമില്ലാത്തതുകൊണ്ട് ബ്രേക്കിലേക്ക് പോയി. ഞങ്ങൾക്ക് പറയാമെന്നേ. ഇല്ല, നിങ്ങൾ ഇത്ര 1 മിനിറ്റ് പറഞ്ഞപ്പോഴേക്കും കട്ട് ചെയ്ത് പോകുന്ന അതിന്റെ ബ്രേക്കിന്റെ ടൈം ആയതുകൊണ്ടായിരുന്നു. നമ്മുടെ സമയം കളയേണ്ട. സന്ദീപ് പറയൂ, ആവശ്യമില്ലാത്ത തർക്കം നമുക്കിടയിൽ വേണ്ടല്ലോ. പറയൂ. അപ്പൊ കഴിഞ്ഞ എന്റെ അടുത്തേക്ക് വരണ്ടേ? പറയൂ, അങ്ങ് പറയൂ. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള നിങ്ങളുടെ ആലോചനകൾ എങ്ങനെയാണ് എന്നുള്ളതായിരുന്നു എന്റെ ചോദ്യം. അല്ല, ഇനി കാരശ്ശേരി മാഷ് സംസാരിച്ച് വരട്ടെ, അതാ ഇനി കഴിഞ്ഞിട്ട് പറ്റും. മാഷക്ക് ആ പ്രശ്നമില്ല, സന്ദീപ് പറഞ്ഞോളൂ. അല്ലാതെ കഴിഞ്ഞിട്ട് വന്നോട്ടെ, കുഴപ്പമില്ല. എന്താ കഥ? കാശി മാഷേ, ഇപ്പോൾ ഈ പരാജയത്തിന്റെ കാരണങ്ങൾ അങ്ങ് എങ്ങനെയാണ് വിലയിരുത്തുന്നത്? നമ്മൾ പല ഘട്ടങ്ങളിലായി സർക്കാരുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തിയിട്ടുള്ളതാണ്. പക്ഷേ തുടർച്ചയായി ഒരേ തരത്തിലുള്ള പ്രചാരണങ്ങൾ, ആ പ്രചാരണങ്ങളാണോ തിരിച്ചടിച്ചത്, അതോ സർക്കാരിന്റെ ഭരണപരമായ കാര്യങ്ങളിൽ ഭരണവുമായി ബന്ധപ്പെട്ട് ശ്രീ ഗോപകുമാർ ചൂണ്ടിക്കാണിച്ച പോലെ അതാണോ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായിട്ടുള്ളത്, അതോ പ്രചാരണ വിഷയങ്ങളാണോ? സ്മൃതി, എനിക്ക് ആദ്യം പറയാനുള്ളൊരു വാക്യം, ഇവിടുത്തെ ഭരണകക്ഷികളെയും പ്രതിപക്ഷ കക്ഷികളെയും ഒക്കെ ജനങ്ങളാണ് മേലെ എന്നുള്ളൊരു കാര്യം ശക്തമായി ഓർമ്മിപ്പിക്കാനുള്ള ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായി എന്നുള്ളതാണ്. കാരണം എല്ലാവരുടെയും വോട്ട് ഞങ്ങളുടെ പോക്കറ്റിലാണ് എന്ന മട്ടിൽ ഇവർ വിചാരിക്കാൻ പാടില്ല. പിന്നെ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഭരണവിരുദ്ധ വികാരം പ്രതിപക്ഷ കക്ഷികളിൽ മാത്രമല്ല ഭരണകക്ഷികളിലും ഉണ്ടായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതായത് LDFന്റെ വോട്ടർമാർ തന്നെ പല മണ്ഡലങ്ങളിലും മറിച്ച് വോട്ട് ചെയ്തിട്ടുണ്ടാവും. കാരണം അവർക്ക് തലപൊക്കി നടക്കാൻ വയ്യാത്ത തരത്തിൽ, മറുപടി പറയാൻ കഴിയാത്ത തരത്തിൽ അനവധി വിമർശനങ്ങളും ആരോപണങ്ങളും വന്നു. പല ആരോപണങ്ങൾക്കും മറുപടിയില്ല. മുഖ്യമന്ത്രിയുടെ പുത്രി നടത്തിക്കൊണ്ടിരുന്ന എക്സാലോജിക്കിന് 1,72,00,000 രൂപ എന്ത് വകയിൽ കൊടുത്തു എന്നുള്ള ചോദ്യത്തിനുള്ള ആകെ മറുപടി അതിന് നികുതി അടച്ചിട്ടുണ്ട് എന്ന് മാത്രമാണ്. വേറൊരു മറുപടിയില്ല. അങ്ങനെ മറുപടിയില്ലാത്ത അനവധി കാര്യങ്ങൾ ഗോപകുമാർ പറഞ്ഞ മിക്കതിനോടും എനിക്ക് യോജിപ്പാണ്. കാരണം അഴിമതി, ധൂർത്ത്, സ്വജനപക്ഷപാതം ആലോചിക്കൂ. ഇപ്പം ഗോപകുമാർ ഞാനൊക്കെ സർവകലാശാല അധ്യാപകരായിരുന്ന ആൾക്കാരാണ്. സർവകലാശാലകളുടെ നിലവാരം, അവിടുത്തെ VC നിയമനം, അവിടുത്തെ പ്രൊഫസർ നിയമനം, സിൻഡിക്കേറ്റിലേക്കുള്ള നിയമനം, പിന്നെ ഗവർണറുമായിട്ടുള്ള ബന്ധം, നിലപാട്, ആകെ ഉന്നത വിദ്യാഭ്യാസത്തിന് പ്രത്യേക മന്ത്രി ഉണ്ടാക്കിയത് 1ാം പിണറായി ഗവൺമെൻറ്റാണ്. 2ാം പിണറായി ഗവൺമെൻറ്റിലും അതിന് പ്രത്യേക ഒരു മന്ത്രിയുണ്ട്. എന്നിട്ട് ഒരു സർവകലാശാലയിലും മര്യാദയ്ക്ക് ഒരു വൈസ് ചാൻസലറോ ഒരു സിൻഡിക്കേറ്റോ ഒരു രജിസ്ട്രാറോ ഒന്നുമില്ല. അപ്പം അങ്ങനെ സ്വജനപക്ഷപാതം എന്ന് പറയുന്നത് ഒരു ഭരണരീതിയാക്കി മാറ്റി. പിന്നെ ഇപ്പോൾ ഈ ഗവൺമെൻറ്, ഇടതുപക്ഷ ഗവൺമെൻറ് എന്ന് പറയുമ്പോൾ ആലോചിക്കൂ, ആശാപ്രവർത്തകർ ഒരു സമരം നടത്തുമ്പോൾ അവരെ മര്യാദയ്ക്ക് മുഖ്യമന്ത്രി ഒന്ന് വിളിച്ച് സംസാരിക്കുക, നേരമില്ല. ആ തരത്തിലുള്ള അനവധി കാര്യങ്ങൾ. ഇപ്പോൾ പിന്നെ അസഹിഷ്ണുതയ്ക്ക് ഒരു കണക്കുമില്ല. അതിപ്പോൾ നവകേരള സദസ്സിൻ്റെ കാര്യം ഇപ്പോൾ ഗോപകുമാർ പറഞ്ഞല്ലോ, അതിനേക്കാളൊക്കെ ഭീകരമല്ലേ ഇവരുടെ ആളുകൾ സൈബർ ലോകത്ത് വന്ന് നടത്തുന്ന ആക്രമണങ്ങൾ. അപ്പോൾ തീർച്ചയായിട്ടും ഭരണവിരുദ്ധ വികാരം എന്നുള്ളത് വളരെ ശക്തമാണ്. ഞാൻ ആവർത്തിക്കുകയാണ്, LDF അണികളിൽ തന്നെ
എത്രയെങ്കിലും മണ്ഡലങ്ങളിൽ അവർ പാർട്ടിക്കെതിരായിട്ട് മുന്നണിക്കെതിരായിട്ട് വോട്ട് ചെയ്തിട്ടുണ്ടാവാം. അല്ലെങ്കിൽ ഈ അളവിൽ ഇത് വരാൻ വയ്യ. പിന്നെ എനിക്ക് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയിൽ BJPക്ക് കിട്ടിയ മേൽക്കൈക്ക് ശശി തരൂരിൻ്റെ ഇടയാട്ടം, അദ്ദേഹത്തിൻ്റെ നിലപാടില്ലായ്മ ഒരു വലിയ കാരണമായിട്ടുണ്ടാവും. അദ്ദേഹം 3-4 തവണ അവിടുന്ന് ജയിച്ച MP ആയ ആളാണ്. അദ്ദേഹം ഏത് പാർട്ടിയിലാണ് എന്ന തരത്തിൽ ഉള്ള ഇടയാട്ടം സ്വാഭാവികമായും ആളുകളെ ബാധിക്കും. പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ വന്ന ഒരു നിലപാടില്ലായ്മ, അദ്ദേഹം രാജിവെച്ചില്ല എന്നുള്ളത് കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൊക്കെ UDFന്റെ ആത്മവീര്യം തകർക്കുന്ന ഒന്നായിട്ടുണ്ടെന്നാണ് എൻ്റെ വിചാരം. അല്ലെങ്കിൽ ഇതിനേക്കാൾ വലിയ വിജയം, ഇതിനേക്കാൾ വലിയ ഭൂരിപക്ഷം ഉണ്ടാവുമായിരുന്നു തന്നെയാണ് എൻ്റെ പൂർണ്ണ ബോധ്യം. കാരണം അത് അദ്ദേഹം പാർട്ടിയെ ധിക്കരിച്ചു, ജനങ്ങളെ ധിക്കരിച്ചു, വെല്ലുവിളിച്ചുകൊണ്ടാണ് അദ്ദേഹം പെരുമാറിയത്. ഒരു MLA ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. അദ്ദേഹം രാജിവെച്ചിട്ടില്ല എന്ന് പോട്ടെ, ഇതിനെ വെല്ലുവിളിക്കുന്ന പരിഹസിക്കുന്ന മട്ടിൽ അദ്ദേഹം നിയമസഭാ കക്ഷിയിൽ നിന്ന് പുറത്താക്കിയിട്ട് അദ്ദേഹം നിയമസഭയിൽ വരികയാണ്. എന്തൊരു സ്ഥിതിയാണ്. പിന്നെ ഡോക്ടർ കാരശ്ശേരി, പക്ഷേ ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കിയ ആളാണ് എന്നുള്ളതാണ്. ഓരോ തവണയും പാർട്ടി നിലപാടെടുത്തിട്ടുണ്ട്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ചെയ്തികൾ നമുക്ക് ചർച്ച ചെയ്യേണ്ടതില്ല, കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കി കഴിഞ്ഞു എന്നുള്ളതാണ് കോൺഗ്രസ് നിലപാട്. അത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുണ്ടോ? അങ്ങനെ പ്രതിഫലിച്ചിട്ടുണ്ടെങ്കിൽ ഇതല്ലല്ലോ വലിയ തിരിച്ചടി ഉണ്ടാകുമല്ലോ. അല്ല, ഞാൻ പറയുന്നത് ഇതിനേക്കാൾ വലിയ ഭൂരിപക്ഷം കിട്ടുമായിരുന്നാണ് ഞാൻ പറയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ മറുപടിയില്ല. കാരണം പാർട്ടി പ്രവർത്തകർ അദ്ദേഹം വരുമ്പോൾ ബൊക്കെ കൊടുത്ത് സ്വീകരിക്കുകയാണ്. പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ഒരാളാണ്. അപ്പോൾ ഇതിനൊക്കെ ഒരു ഇപ്പോൾ ഉദാഹരണം പറയാം. ഇപ്പോൾ എൻ്റെ അറിവ് അനുസരിച്ച് ഏറ്റവും മുതിർന്ന നേതാവ് AK ആന്റണി അതിനെപ്പറ്റി ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല. അതൊക്കെ നിലപാട് വേണ്ട കാര്യങ്ങളാണല്ലോ. ഇപ്പോൾ K സുധാകരൻ്റെ നിലപാട് വേറെയാണ്, സതീശൻ്റെ നിലപാട് വേറെയാണ്. അല്ല, ഇപ്പോൾ നമുക്കിപ്പോൾ ഈ കരുവന്നൂർ ബാങ്കിലെ കാര്യത്തിലോ ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ കാര്യത്തിലോ ഒന്നും ഒരു തീർപ്പും ആയിട്ടില്ല എന്നുള്ളത് തീർച്ചയായിട്ടും പാർട്ടിക്കാരെയും മുന്നണിക്കാരെയും തന്നെ ബാധിക്കും. പിന്നെ കോൺഗ്രസിന്റെ തമ്മിലടി ഉണ്ടായിട്ട് പോലും ഈ അളവിൽ ജനങ്ങൾ അവർക്കൊരു പിന്തുണ കൊടുത്തു എന്നുള്ളത് വലിയ കാര്യമായിട്ട് തന്നെയാണ് വിചാരിക്കുന്നത്. ഞാൻ ആവർത്തിക്കുകയാണ്, ജനങ്ങളാണ് മേലെ എന്ന് ഈ പാർട്ടിക്കാരെയും മുന്നണിക്കാരെയും ഓർപ്പിക്കേണ്ട ഒരു കാര്യമുണ്ട്. പിന്നെ ഇനിയിപ്പോൾ വരാൻ പോകുന്ന ഒരു അപകടം, ഇതിൻ്റെ ഒരു ലഹരിയിൽ തീർച്ചയായിട്ടും കോൺഗ്രസിനകത്ത് തമ്മിലടി കൂടാനാണ് സാധ്യത. അവർ കരുതിയില്ലെങ്കിൽ 5-6 മാസം കഴിഞ്ഞ് വരാനുള്ള തെരഞ്ഞെടുപ്പിൽ ഫലം വിപരീതമാവാനാണ് സാധ്യത. അതിന് സന്ദീപിന് മറുപടി ഉണ്ടാക്കും. സന്ദീപ്, അതാണ് ഇന്നലെ നേതാക്കൾ പ്രതികരിക്കുമ്പോൾ ഞങ്ങൾ അഹങ്കാരത്തോടു കൂടിയല്ല വിനയത്തോടു കൂടി ഈ വിജയം അംഗീകരിക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. പക്ഷെ ആ വിനയം തുടരുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. നേതാക്കൾക്കിടയിലെ ഭിന്നത അത് പല ഘട്ടങ്ങളിലൊക്കെ പ്രതിഫലിച്ചിട്ടുള്ളതാണ്. പക്ഷേ കോൺഗ്രസിൽ മാത്രം സംഭവിക്കുന്ന ഒരു രീതിയാണല്ലോ അത്. മുതിർന്ന നേതാക്കൾ തന്നെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ തിരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിൽ പറയുക. അപ്പോൾ അതിനി ഉണ്ടാകില്ല എന്നാണോ കരുതേണ്ടത്? അടിത്തട്ടിൽ നിങ്ങളുടേത് വ്യത്യസ്തമായ പ്രവർത്തന ശൈലിയായിരുന്നു എന്ന് സമ്മതിക്കുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ. അത് തന്നെയാണോ ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിലും തുടരുക? അല്പസമയം തരണം. ഒന്ന്, ഈ വിജയം എന്ന് പറയുന്നത് പരിപൂർണമായും സർക്കാരിനെതിരായിട്ടുള്ള ജനവികാരത്തിൻ്റെ ഒരു വലിയ പ്രതിഫലനമാണ്. കഴിഞ്ഞ 10 വർഷമായി തുടരുന്ന പിണറായി സർക്കാരിൻ്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ ഒരു വലിയ വികാരം കേരളത്തിലെ സമസ്ത വിഭാഗം ജനങ്ങൾക്കിടയിലും രൂപപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ജനവികാരം പൂർണ്ണമായും പ്രതിഫലിപ്പിക്കുന്നതിൽ പ്രതിപക്ഷമെന്ന നിലയ്ക്ക് UDF നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ഒരു വലിയ അംഗീകാരമാണ് ഈ തെരഞ്ഞെടുപ്പിൽ നേടിയിട്ടുള്ള വലിയ വിജയമെന്ന് പറയുന്നത്. ഇതൊരു സമാനതകളില്ലാത്ത വിജയമാണ്. 2010 ശേഷം ഇത്ര വലിയ രീതിയിലുള്ള ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ഇതുപോലെയുള്ള ഒരു വിജയം UDFന് ഒരിക്കലും സിദ്ധിച്ചിട്ടില്ല. അത് തന്നെ സൂചിപ്പിക്കുന്നത് ജനങ്ങൾ താഴെത്തലം മുതൽ, അതായത് ഗ്രാമീണ തലങ്ങളിലും നഗരമേഖലകളിലും മധ്യ ഇടത്തരം സ്ഥലങ്ങളിലുമെല്ലാം സമസ്ത വിഭാഗം ജനങ്ങളും ഒരുപോലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയത്തെ തള്ളിക്കളഞ്ഞു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് ഞാൻ വിലയിരുത്തുന്നത്, ഇവിടെ മാധ്യമങ്ങളും ഇടതുപക്ഷവും BJPയും ഒരുപോലെ സമർത്ഥിച്ചിരുന്ന ഒരു ആഖ്യാനമുണ്ട്. ആ ആഖ്യാനം എന്ന് പറയുന്നത് തെക്കൻ കേരളത്തിലെ ഹിന്ദു വോട്ടുകൾ കോൺഗ്രസിന് നഷ്ടപ്പെട്ടു, കോൺഗ്രസ് ഇന്ന് മതന്യൂനപക്ഷ വിഭാഗങ്ങളെ മാത്രം വോട്ടിനെ ആശ്രയിച്ച് നിൽക്കുന്ന ഒരു പാർട്ടിയാണ് എന്നൊരു നറേറ്റീവ്, ഒരു ആഖ്യാനം കേരളത്തിലെ മാധ്യമങ്ങളും ഇടതുപക്ഷവും BJPയും ഒക്കെ ഒരുമിച്ച് ചേർന്ന് കോൺഗ്രസിന് നേരെ അഴിച്ചുവിട്ടിരുന്നെങ്കിൽ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് തെളിയിക്കുന്നത് കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന വിഭാഗം ഹിന്ദു ജനവിഭാഗം, ആ ജനവിഭാഗത്തിൻ്റെ അകത്തു നിന്നുള്ള
സർവ്വ വിഭാഗങ്ങളുടെയും വോട്ട്, അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ അടക്കം വോട്ട് UDF ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഒരു പാറ്റേൺ നോക്കുന്ന സമയത്ത് മലയോര മേഖലയിൽ നിന്നാണെങ്കിലും തീരദേശ മേഖലയിൽ നിന്നാണെങ്കിലും ഇടനാടിൽ നിന്നാണെങ്കിലും ഒക്കെ UDF അനുകൂലമായിട്ടുള്ള ജനവിധി ഉണ്ടായിട്ടുണ്ട്. ഒരു ഉദാഹരണം ഞാൻ പറയാം. തൃശ്ശൂർ കോർപ്പറേഷനിൽ UDF നേടിയിട്ടുള്ള ഉജ്ജ്വലമായിട്ടുള്ള വിജയം നോക്കൂ. അതിൻ്റെ ഒരു രാഷ്ട്രീയ പ്രാധാന്യം എന്തുകൊണ്ട് ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളത് എനിക്ക് വല്ലാത്ത വിഷമവും അത്ഭുതവും തോന്നുകയാണ്. വാസ്തവത്തിൽ അതല്ലേ ചർച്ച ചെയ്യേണ്ടിയിരുന്നത്. കേരളത്തിൽ ആദ്യമായി BJPക്ക് ഒരു MP കിട്ടി, ആ MP മന്ത്രിയാക്കി, ഞങ്ങളിതാ തൃശ്ശൂരിങ് എടുക്കും എന്ന് പറഞ്ഞ്, തൃശ്ശൂരിലെ പൾസ് എനിക്കറിയാമെന്ന് പറഞ്ഞ് കലിങ്കിൻ്റെ മുകളിലും പാടവരമ്പത്തും ഒക്കെ ഇരുന്ന് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിരുന്ന ആളുകൾ അവർക്ക് ഇന്ന് സംഭവിച്ചു. കഴിഞ്ഞ ഒരു വർഷം മുൻപ് BJPക്ക് വലിയ വിജയം നൽകിയിട്ടുള്ള തൃശ്ശൂരിലെ ജനങ്ങൾ എങ്ങനെയാണ് ഒരൊറ്റ വർഷം കൊണ്ട് U-ടേൺ അടിച്ച് UDFിലേക്ക് വീണ്ടും തിരിച്ചു വന്നത് എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? UDF എഴുതി തള്ളിയിരുന്നു. അക്ഷരാർത്ഥത്തിൽ തൃശ്ശൂരിലെ കോൺഗ്രസ് പാർട്ടിയെ മാധ്യമങ്ങളും എതിരാളികളും ഒരുപക്ഷെ ഞങ്ങൾക്കുള്ളിലുള്ള ആളുകൾ പോലും തൃശ്ശൂരിലെ കോൺഗ്രസ് പാർട്ടി എഴുതി തള്ളിയിരുന്നെങ്കിൽ ഇന്ന് തൃശ്ശൂരിലെ കോൺഗ്രസ് പാർട്ടി, തൃശ്ശൂരിലെ UDF ഒറ്റക്കെട്ടായി നിന്ന് നേടിയിട്ടുള്ള അത്യുജ്വലമായിട്ടുള്ള വിജയം അത് രാജ്യത്തിന് കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? കേരളം എന്ന് പറയുന്ന ബഹുസ്വരതയുടെ മണ്ണിൽ, മതനിരപേക്ഷതയുടെ മണ്ണിലേക്ക് RSSന്റെ സംഘപരിവാറിൻ്റെ രാഷ്ട്രീയത്തെ കടന്നു വരാൻ അനുവദിക്കാതെ ശക്തമായ പ്രതിരോധമുയർത്തുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും UDFുമാണെന്ന് ആവർത്തിച്ച് തെളിയിച്ചില്ലേ തൃശ്ശൂർ എന്ന് പറയുന്ന ആ സ്ഥലം? മറുവശത്ത് തൃശ്ശൂരിൽ നിന്ന് അങ്ങോട്ട് പോകുന്ന സമയത്ത് പത്തനംതിട്ട കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പാണെങ്കിലും അതിന് മുൻപാണെങ്കിലും ഒക്കെ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ്, അതിന് തൊട്ടുമുമ്പുണ്ടായിട്ടുള്ള ശബരിമല പ്രക്ഷോഭത്തിൻ്റെയൊക്കെ പ്രധാന പ്രഭവ കേന്ദ്രമായിട്ടുള്ള പത്തനംതിട്ടയിൽ അവിടെ പന്തളം എന്ന് പറയുന്ന ശബരിമല ശ്രീധർമ്മശാസ്താവിൻ്റെ ക്ഷേത്രത്തോട് വളരെയധികം അടുപ്പമുള്ള പന്തളം നഗരസഭ ഭരിച്ചിരുന്നത് BJPയാണ്. ഇന്ന് ആ BJP അവിടെ പരാജയപ്പെട്ടിരിക്കുന്നു. പത്തനംതിട്ടയിൽ BJPക്ക് ഉണ്ടായിരുന്ന കുളനട, ശബരിമല ക്ഷേത്രവുമായി വളരെ അടുപ്പമുള്ള BJP ദീർഘകാലം ഭരിച്ചിട്ടുള്ള കുളനട പഞ്ചായത്ത് അവർ പരാജയപ്പെട്ടിരിക്കുന്നു. പത്തനംതിട്ട ജില്ലയിൽ UDF ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണ് കാണാതെ പോകുന്നത്? അതൊക്കെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, അതൊക്കെ BJP പ്രതിനിധിയോട് നമ്മൾ ചോദിക്കുകയും ചെയ്തിരുന്നതാണ്. അല്ല, ഒരു സെക്കൻഡ്, അല്ല ഒരു മിനിറ്റ്, ഞാൻ എൻ്റെ ഫ്ലോ കളയല്ലേ പ്ലീസ്. തൃശ്ശൂരിലും പത്തനംതിട്ട ജില്ലയിലും അടക്കം അല്ലെങ്കിൽ എറണാകുളം അടക്കമുള്ള പ്രദേശങ്ങളിൽ UDF നേടിയിട്ടുള്ള വിജയത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഹിന്ദു വിഭാഗങ്ങളിലെ വോട്ട് ഒരു കാലത്ത് BJPയിലേക്ക് പോയി എന്ന് പറയപ്പെട്ടിരുന്ന ആ വോട്ടുകൾ കോൺഗ്രസിലേക്ക് തിരിച്ചു വന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണങ്ങളായിട്ട് ഞാനിതിനെ ചൂണ്ടിക്കാണിക്കുകയാണ്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൊല്ലത്ത് എങ്ങനെയാണ് കോൺഗ്രസിന് വിജയം ഉണ്ടായത്? നിങ്ങൾ ഈ പറയുന്ന ഒരുപക്ഷെ ജാതി സംഘടനകൾ, കേരളത്തിലെ പ്രധാനപ്പെട്ട പ്രബല നേതാക്കന്മാരൊക്കെ കോൺഗ്രസിനെതിരായിട്ടുള്ള നിലപാട് സ്വീകരിച്ചപ്പോൾ പോലും ആ ജനവിഭാഗം കോൺഗ്രസിനൊപ്പം നിൽക്കാൻ, UDFിനൊപ്പം നിൽക്കാൻ തയ്യാറായി എന്നുള്ളത് ശുഭസൂചനയാണ്. ഈ തിരുവനന്തപുരത്ത്, തൃശ്ശൂരിൽ ഞങ്ങൾ BJPയെ തടഞ്ഞു നിർത്തിയപ്പോൾ, BJPയുടെ സർജ് തടഞ്ഞു നിർത്തിയപ്പോൾ ഈ കേരളത്തിലെ കോർപ്പറേഷനുകളിൽ ഏറ്റവും കുറഞ്ഞ സീറ്റുകളിൽ, ഇപ്പോൾ കണ്ണൂർ കഴിഞ്ഞാൽ, കണ്ണൂരിനെ നമുക്ക് മാറ്റി നിർത്താം, കണ്ണൂരിലെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യമാണ്. ഇപ്പോൾ കോഴിക്കോടും കൊല്ലത്തും ഉണ്ടാക്കിയിട്ടുള്ള മുന്നേറ്റം പോലും തൃശ്ശൂരിൽ ഉണ്ടാക്കാൻ സാധിക്കാത്ത വണ്ണം തൃശ്ശൂരിൽ BJPയെ കോൺഗ്രസും UDFും തടഞ്ഞു നിർത്തിയപ്പോൾ അതേ തടഞ്ഞു നിർത്താൻ ബാധ്യതയുണ്ടായിരുന്നു തിരുവനന്തപുരത്ത്. അത് ആരുടെ കയ്യിലായിരുന്നു ആ ബാധ്യത ഉണ്ടായിരുന്നത്? അത് CPMന്റെ ബാധ്യതയായിരുന്നു പ്രധാനമായും. CPM അവിടെ BJPയെ തടഞ്ഞു നിർത്തുന്നതിൽ പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല, BJPക്ക് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാക്കി കൊടുക്കാൻ ഈ ജമാഅത്തെ ഇസ്ലാമി വർത്താനൊക്കെ പറഞ്ഞുകൊണ്ട് വന്നു. ഈ CPMന്റെ ഇതുപോലെയുള്ള വർത്തമാനങ്ങളുടെയൊക്കെ ആത്യന്തിക ഗുണഭോക്താവ് തിരുവനന്തപുരത്തെ BJPയായി. അവിടെയും കോൺഗ്രസ് ആണ് BJPയെ പ്രതിരോധിക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങിയത്. ശ്രീ K മുരളീധരന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് നടത്തിയുള്ള പ്രവർത്തനങ്ങൾ ആർക്കാണ് നിഷേധിക്കാൻ സാധിക്കുക? കോൺഗ്രസ് അവിടെ 19ലേക്ക് ഉയർന്നു. അപ്പോൾ വലിയൊരു മുന്നേറ്റം തിരുവനന്തപുരത്ത് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും RSSന്റെ രാഷ്ട്രീയത്തെ, BJPയുടെ രാഷ്ട്രീയത്തെ കേരളത്തിന്റെ മണ്ണിലും രാജ്യത്തും പ്രതിരോധിക്കാൻ സാധിക്കുന്നത് കോൺഗ്രസിനും UDFനുമാണെന്ന് ആവർത്തിച്ചുറപ്പിക്കുന്ന ഗ്രാമപഞ്ചായത്തുകളിൽ 500 കടന്നു എന്നുള്ളത് ആ ഒരു നേട്ടമായി കാണുന്നു. പക്ഷേ ഇപ്പോൾ ശ്രീ ഗോപകുമാർ ചൂണ്ടിക്കാണിച്ചൊരു കാര്യമുണ്ടല്ലോ, ഇവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളിൽ സമരങ്ങൾ ഏറ്റെടുക്കുന്നതിൽ എത്രത്തോളം UDF ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ആശാ സമരത്തിൽ നിങ്ങൾ ശരിയാണ്, നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ആ വേദിയിൽ പോകുന്നു, പിന്തുണ പ്രഖ്യാപിക്കുന്നു, ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു സമരം ഏറ്റെടുക്കുക, സമരത്തിന്റെ ഭാഗമാവുക എന്ന് പറയുന്നത് മറ്റൊരു കാര്യമാണ്. അതിലേക്ക് നിങ്ങൾ എത്തിയിട്ടില്ല. കേരളം കണ്ട ഏറ്റവും വലിയ സമരമായിരുന്നു ആശാ സമരം, അല്ലേ? അപ്പോൾ അതിൽ നിങ്ങൾ പിന്തുണയ്ക്കുക എന്നതിനപ്പുറം നിങ്ങൾ അതിന്റെ ഭാഗമായിട്ടില്ല എന്നുള്ളൊരു കാര്യം അവിടെ നിൽക്കുന്നു. അതുപോലെ എത്രയെത്ര സമരങ്ങൾ, നിങ്ങളുടേതായ ഒരു വലിയ സമര പരമ്പര എന്ന രൂപത്തിൽ പറയാവുന്ന എന്തെങ്കിലും ഒന്ന് ചൂണ്ടിക്കാണിക്കാനുണ്ടോ? തീർച്ചയായിട്ടും
ഈ വിഷയങ്ങളെ മുഴുവൻ ഉയർത്തിക്കൊണ്ട് സഭയ്ക്കകത്തും പുറത്തും, നിയമസഭയ്ക്കകത്ത് പ്രതിപക്ഷം എന്ന നിലയ്ക്ക്, ഔദ്യോഗിക പ്രതിപക്ഷം എന്ന നിലയ്ക്കും പുറത്തും സമരപ്രക്ഷോഭങ്ങൾ ഏറ്റെടുത്തതിൻ്റെ ഫലമായിട്ടാണ് ജനങ്ങൾ ഞങ്ങളെ അംഗീകരിച്ചിട്ടുള്ളത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൽ, UDF-ൽ ജനങ്ങൾ വിശ്വാസം അർപ്പിച്ചിട്ടുള്ളത് ഈ പ്രസ്ഥാനം തെരുവിൽ നടത്തിയിട്ടുള്ള പോരാട്ടങ്ങളുടെ ഫലമായിട്ടാണ്. ഇപ്പോൾ ആശാ സമരത്തെക്കുറിച്ച് പറഞ്ഞു. ആശാ സമരം അവരൊരു സംഘടനയുടെ ഭാഗമായി നടത്തുകയാണ്. അവരുമായിട്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും അവർക്ക് വേണ്ടി തെരുവിൽ പോരാടുകയും ചെയ്തിട്ടുണ്ട് UDF. പക്ഷേ ആ സമരം എങ്ങനെയാണ്, മറ്റൊരു സംഘടന പ്രഖ്യാപിച്ച സമരം എങ്ങനെയാണ് ഏറ്റെടുക്കാൻ സാധിക്കുന്നത്? അത് സാധിക്കുന്ന കാര്യമല്ലല്ലോ. ഒന്ന്. രണ്ട്, ശബരിമല പ്രക്ഷോഭം. ആ ശബരിമല പ്രക്ഷോഭത്തിന്റെ ഇപ്പോൾ ഈ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ശ്രീ ഗോപകുമാർ മനസ്സിലാക്കണം, ഏറ്റവും ആദ്യം പ്രക്ഷോഭ രംഗത്തിറങ്ങി ഈ പിണറായി പോലീസിന്റെ മർദ്ദനവും ഏറ്റുവാങ്ങി 10 ദിവസം ജയിലിൽ കിടന്നയാളാണ് ഞാൻ. UDF ആണ് ആ സമരം ഏറ്റെടുത്തത്. പന്തളത്ത് നടന്നിട്ടുള്ള വലിയ പ്രക്ഷോഭ സംഗമം എല്ലാവരും കണ്ടതാണ്. അപ്പോൾ വലിയ തോതിൽ ഈ വിഷയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് UDF നടത്തിയിട്ടുള്ള പ്രക്ഷോഭത്തിൻ്റെ അംഗീകാരമാണ് പത്തനംതിട്ടയിലും കോട്ടയത്തും ഒക്കെ ലഭിച്ചിട്ടുള്ള വിജയമെന്ന് പറയുന്നത്. നമുക്ക് കോട്ടയത്തൊക്കെ കോൺഗ്രസിനും UDF-നും കിട്ടിയിട്ടുള്ള വിജയം അത് എത്രമാത്രം തിളക്കമാർന്നിട്ടുള്ള വിജയമാണ്. ഒരുപക്ഷെ UDF-ന് ചില ആളുകൾ ഇല്ലാതെ വിജയിക്കാൻ സാധിക്കുകയില്ല എന്ന് പറയപ്പെട്ടിരുന്ന സ്ഥലങ്ങളിലൊക്കെ കോൺഗ്രസ് അത്യുജ്വലമായിട്ടുള്ള വിജയം നേടുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹിന്ദു വോട്ടുകൾ കോൺഗ്രസിൽ നിന്ന് പോയി എന്ന നറേറ്റീവ് തകർന്നിരിക്കുന്നു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കോൺഗ്രസിനെ ഹിന്ദു വിരുദ്ധ പാർട്ടിയാക്കി ചാപ്പ കുത്താൻ വേണ്ടി നടത്തിയിട്ടുള്ള പരിശ്രമം അത് CPM-ഉം BJP-യും ഒരുമിച്ചാണ്. അതാണല്ലോ ഈ ജമാഅത്തെ ഇസ്ലാമി ഒറ്റ സെക്കൻഡ് ഇതേ ജമാഅത്തെ ഇസ്ലാമിയുമായി ശ്രീ പിന്നെ CPM-ന്റെ പ്രതിനിധി പറഞ്ഞ കാര്യത്തിൽ ഒരു തെറ്റുകൂടി പറയട്ടെ. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുമ്പോൾ പിണറായി വിജയൻ AKG സെന്റർ എന്നല്ല, ആലപ്പുഴ ഗസ്റ്റ് ഹൗസിൽ വെച്ചിട്ടാണ് കണ്ടത്. അന്ന് അതിനെ ന്യായീകരിക്കുകയും ദേശാഭിമാനി ലേഖനം എഴുതുകയും ജമാഅത്തെ ഇസ്ലാമിയുടെയും ക്രൈസ്തവ സംഘടനയുടെയും പിന്തുണ ഇന്ത്യയിലെ മതനിരപേക്ഷ ശക്തികൾക്ക് ആവേശം നൽകുന്നതും അത് ഊട്ടിയുറപ്പിക്കുന്നതുമാണെന്ന് ദേശാഭിമാനിയിൽ നിങ്ങൾ ആ എഡിറ്റോറിയൽ അവസാനിപ്പിച്ച് എഴുതിയത് അങ്ങനെയാണ്. മറന്നു പോകരുത്. പള്ളിക്കളസ് എങ്ങനെയാ? ശരി, VPP മുസ്തഫ മറുപടി നൽകും ഇടവേളയ്ക്ക് ശേഷം. ശ്രീ VPP മുസ്തഫ മറുപടി പറയാം. BJP-യെ ചെറുക്കുന്നതിൽ മുന്നിൽ നിന്നിരുന്നത് UDF ആണ്. അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചത് പ്രധാനമായും എന്നുള്ളതാണ്. അല്ലെങ്കിൽ BJP കുറച്ചുകൂടി കടന്നുപോയനെ എന്നുള്ളതാണ്. അപ്പോൾ BJP ചെറുക്കാൻ UDF-നെ സാധിച്ചിട്ടുള്ളത്. അത് CPM ചെയ്തിട്ടില്ല. പ്രത്യേകിച്ച് തിരുവനന്തപുരത്തെ കാര്യമാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അതിനങ്ങേക്ക് മറുപടി നൽകാം. ഇവിടെ താങ്കൾ ഉൾപ്പെടെ മറ്റ് സഹ പാനലിസ്റ്റുകൾ ഉൾപ്പെടെ നിരവധി വിഷയങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. നമ്മളിതിനെ ആകെ സമഗ്രതയിലെടുത്ത് ഞാൻ കുറച്ച് സമയം കൊണ്ട് വിശദീകരിക്കാം. ഇല്ലെങ്കിൽ വീണ്ടും സ്മൃതിയുടെ ഇടപെടലും തടസ്സപ്പെടുത്തലും ഉണ്ടാകും. അതുകൊണ്ട് മറ്റുള്ളവരോട് കാണിച്ച ഒരു സമീപനം എന്നോടും ഉണ്ടാകണം. ഫ്ലോ തടസ്സപ്പെടുത്താത്ത വിധത്തിൽ കുറച്ച് സമയം സംസാരിക്കാൻ അനുവദിക്കണം. നമ്മുടെ മുന്നിലുള്ള എന്താ, ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു, ഞങ്ങൾക്ക് തിരിച്ചടിയാണ് ഉണ്ടായിട്ടുള്ളത്. ഞങ്ങൾ തോറ്റു നിൽക്കുകയാണ്. ആ തോറ്റതിനെ സംബന്ധിച്ച് ഞങ്ങൾ പരിശോധിക്കും. തീർച്ചയായിട്ടും അതിൽ സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാകാം, തോൽവിക്ക് സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങൾ, സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉണ്ടാകാം, ഞങ്ങൾ പരിശോധിക്കും. രാഷ്ട്രീയമായ നിലപാടുകളിലെ പ്രശ്നങ്ങൾ ഉണ്ടാകാം, ഞങ്ങൾ പരിശോധിക്കും. ഇങ്ങനെയെല്ലാം തന്നെയാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. ഞങ്ങൾ അങ്ങനെ തന്നെ ചെയ്തു പോകുന്ന പാർട്ടിയുമാണ്. ഇതിനു മുമ്പും ഇതുപോലെ ഇവിടെ ഗോപകുമാർ സാർ ചൂണ്ടിക്കാണിച്ചല്ലോ ഞങ്ങൾക്ക് തദ്ദേശ ഭരണത്തിൽ തന്നെ ഇതിനു മുമ്പിലുണ്ടായ പരാജയങ്ങൾ. അതിനെല്ലാം അതിജീവിച്ച് ഇടതുപക്ഷം വന്നത് എങ്ങനെയാ? ആ തിരിച്ചടികളിൽ നിന്ന് ഞങ്ങൾ പാഠം ഉൾക്കൊണ്ട് അതിൽ തിരുത്തേണ്ട കാര്യങ്ങൾ തിരുത്തി തന്നെ ഞങ്ങൾ മുന്നോട്ട് പോയി. ഞങ്ങൾ ഒരു തിരുത്തലും വരുത്താതെ വെറും അഹങ്കാരവും ധാർഷ്ട്യവും മാത്രം കൈമുതലാക്കി പോയിരുന്നവരാണെങ്കിൽ ഇതിനു മുന്നേ ഞങ്ങൾ തുന്നമ്പാടി പോകണ്ടേ? ഈ തോൽവിയെ കുറിച്ച് കാണാനോ കേൾക്കാനോ പോലും ഞങ്ങൾ ഉണ്ടാകുമായിരുന്നില്ലല്ലോ, ഇവിടെ അവശേഷിക്കുമായിരുന്നില്ലല്ലോ. അപ്പൊ ഞങ്ങൾ ഇവിടെ ഇപ്പോഴും ഇത്രയും ശക്തമായിട്ട് നിൽക്കുന്നത് നേരത്തെയും ഇതുപോലെ പല സന്ദർഭങ്ങളിൽ തിരിച്ചടികൾ ഉണ്ടായപ്പോൾ ഞങ്ങൾ തിരിച്ചുവരവ് നടത്തി. എന്നാൽ വലിയ മുന്നേറ്റങ്ങളും ഞങ്ങൾക്കുണ്ടായി. ഇതെല്ലാമായിട്ട് ഞങ്ങൾ പോകുന്നു. ഇതിൽ പക്ഷെ പറഞ്ഞ വസ്തുതകളെല്ലാം അതേപോലെ ഉള്ളതാണല്ലോ. ഇപ്പൊ വലിയ നിലയിൽ കാരശ്ശേരി മാഷും ഗോപകുമാർ സാറും പറഞ്ഞത് എന്താ? അഴിമതിയാണ്. അഴിമതിയെ സംബന്ധിച്ച് നിരവധി ആരോപണങ്ങൾ വന്നു. നീതിപീഠങ്ങളുടെ മുന്നിലെത്തി. VD സതീശനും രമേശ് ചെന്നിത്തലയും പോലെയുള്ള ഉഗ്രപ്രതാപികൾ തൊട്ട് ചില വിവരാവകാശ പ്രവർത്തകർ വരെ ഈ വിഷയങ്ങളിൽ നീതിപീഠങ്ങളുടെ മുമ്പാകെ പോയി. അതിലെല്ലാം എന്താണ് കോടതികൾ എടുത്തിട്ടുള്ള നിലപാട്? ഏതെങ്കിലും ഒന്ന് വസ്തുതാപരമായിട്ട് തെളിയിക്കപ്പെട്ടോ? കേന്ദ്ര അന്വേഷണ ഏജൻസികൾ നിരന്തരം തുടർച്ചയായിട്ട് വന്നു, എല്ലാവരും ഒരുമിച്ച് വന്നു. എന്നിട്ട് ഈ 9.5 വർഷത്തെ അനുഭവം എന്താ? അതുകൊണ്ട് അഴിമതികൾ ഏതെങ്കിലും തലത്തിലുണ്ടെങ്കിൽ
അത് വസ്തുതാപരമായിട്ട് തെളിയിക്കപ്പെട്ടാൽ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നതാണ് ഇടതുപക്ഷം. അത് CPIM-ന്റെ നേരത്തെയുമുള്ള അനുഭവമാണ് എന്ന് തിരുവനന്തപുരത്തെ ഞങ്ങളുടെ ഒരു ജില്ലാ സെക്രട്ടറിയെ പണ്ട് പാർട്ടിയിൽ നിന്ന് തന്നെ ഞങ്ങൾ പുറത്താക്കിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ അത് സത്യനേഷന്റെ അനുഭവം. അതുകൊണ്ട് ഇതെല്ലാം നമ്മുടെ മുന്നിലുള്ള കാര്യമാണ്. അതിനൊന്നും എത്ര വലിയ നേതാവായാലും പാർട്ടിക്ക് നിരക്കാത്ത, പൊതുജീവിതത്തിന് നിരക്കാത്ത കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ശക്തമായ നിലപാട് സ്വീകരിക്കും. പക്ഷെ ഇവിടെ അഴിമതി എന്ന് പറഞ്ഞ് വെറുതെ പറഞ്ഞാൽ പോരല്ലോ, പുകമറ ഉണ്ടാക്കിയാൽ പോരല്ലോ. നീതിപീഠത്തിന്റെ മുന്നിൽ പോയിട്ട് പോലും ഈ ഗവൺമെന്റിനെ സംബന്ധിച്ച ഒരു അഴിമതി ആരോപണവും വസ്തുതാപരമായി തെളിയിക്കപ്പെടാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. വിലക്കയറ്റം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ എന്താണ് കാര്യങ്ങൾ, ഈ പൊതുവിതരണ സമ്പ്രദായം ശക്തിപ്പെടുത്തുന്നതിൽ കേരള സർക്കാർ ചെയ്യുന്ന കാര്യങ്ങളും ഗവൺമെന്റിന്റെ കാര്യങ്ങളും. ഇവിടെ കാരശ്ശേരി മാഷ് സർവകലാശാലകളുടെ കാര്യം സൂചിപ്പിച്ചു. അദ്ദേഹത്തിന്റെ നാവിൽ നിന്ന് ഒരു തരിമ്പ് പോലും കേന്ദ്ര സർക്കാർ അക്കാര്യത്തിൽ എടുക്കുന്ന നിലപാടിനെ കുറിച്ച് സൂചിപ്പിക്കുന്നില്ല. പുതിയ ബില്ല് വരാൻ പോവുകയാണ് നമ്മുടെ പാർലമെന്റിന്റെ മുന്നിലേക്ക്. ഇന്നലെ കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം കൊടുത്തു ഉന്നത വിദ്യാഭ്യാസ മേഖലയാകെ കൈപ്പിടിയിൽ ഒതുക്കുന്നതിന് വേണ്ടി. ആ നടത്തുന്നതിന്റെ ഭാഗമായിട്ടുള്ള പ്രശ്നമല്ലേ ഉണ്ടായിട്ടുള്ളത്. അതേസമയം ഈ 9 വർഷത്തിനിടയിൽ കേരള സർവകലാശാലയുടെ നാക് റേറ്റിംഗ് കൂടിയില്ലേ, കാലിക്കറ്റ് സർവകലാശാലയുടെ നാക് റേറ്റിംഗ് കൂടിയില്ലേ, കുസാറ്റ് ഇന്റർനാഷണൽ റേറ്റിംഗിൽ എത്തിയില്ലേ, കേരളത്തിലെ സർവകലാശാലകൾ മുന്നോട്ട് പോവുകയല്ലേ, ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി പോലെ ഇന്ത്യയിൽ ആദ്യമായിട്ടുള്ള സംവിധാനങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞില്ലേ. ഉണ്ടാക്കിയ അത്തരം യൂണിവേഴ്സിറ്റികളിലെ VC-യെ നിയമിക്കാൻ സർക്കാരിനൊരു അധികാരവും ഇല്ല. സർക്കാർ പണം ചെലവഴിക്കാൻ മതി എന്ന് പറഞ്ഞ് ഗവർണർമാർ, ചാൻസലർമാർ ഇടപെടുന്നതിന്റെ പ്രശ്നമല്ലേ ഉള്ളത്. പക്ഷെ അവിടെ പോലും നിങ്ങൾ നോക്കൂ, രാഷ്ട്രീയമായിട്ട് BJP-യെ എതിർക്കുന്നു എന്ന് സ്മൃതി ഇപ്പോ ചൂണ്ടിക്കാണിച്ച UDF-ന്റെ ആളുകൾ ഈ BJP-കാരനായ ഗവർണറുടെ ചൊൽപ്പടിക്ക് നിന്നിട്ട് കോൺഗ്രസിന്റെയും ലീഗിന്റെയും ആളുകളെല്ലാം കാലിക്കറ്റിലെയും കുസാറ്റിലെയും അതുപോലെ കണ്ണൂർ സർവകലാശാലയുടെയും എല്ലാം സിൻഡിക്കേറ്റിലേക്കും സെനറ്റിലേക്കും നോമിനേഷൻ തരപ്പെടുത്തിയില്ലേ. അവരതുമായി സ്വീകരിച്ച് നിൽക്കുകയല്ലേ. ഇങ്ങനെ നിരവധി വിഷയങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അപ്പൊ ഇത് രാഷ്ട്രീയമായിട്ട് ഈ കാര്യങ്ങളെല്ലാം അപ്പുറത്തുണ്ട്. എന്നിട്ടും എന്തുകൊണ്ട് ഇനി ഗവൺമെന്റിന്റെ പ്രവർത്തനം നോക്കിക്കോളൂ. 10 വർഷത്തിനിടയിൽ ഒരു ദിവസം പോലും ലോഡ് ഷെഡിംഗ് ഉണ്ടായില്ല. പവർ കട്ട് കേരളത്തിലെ പുതിയ തലമുറ കേട്ടിട്ട് പോലും ഇല്ല. ട്രഷറി പൂട്ടേണ്ട ഒരു സാഹചര്യം ഉണ്ടായില്ല. കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ നേരത്തെ സ്കൂളുകൾ അടച്ചുപൂട്ടാനുള്ള ലിസ്റ്റാണ് UDF ഭരണത്തിൽ തയ്യാറാക്കിയതെങ്കിൽ അതെല്ലാം ഇപ്പോ നല്ല നിലയിൽ മുന്നോട്ട് വന്നു. ആരോഗ്യ രംഗത്ത് ആശുപത്രികളുടെ മാറ്റം. ഇന്ത്യയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള മനുഷ്യർ ജീവിക്കുന്നത് ഈ കേരളത്തിലാണ്. ശരാശരി ആയുർദൈർഘ്യം ദേശീയ തലത്തിൽ 69, കേരളത്തിൽ 76 മുതൽ 70. കംപ്ലീറ്റ് ചെയ്യാൻ അനുവദിക്കൂ പ്ലീസ്. ഇത്രയും നിങ്ങൾ പറഞ്ഞതാണ്. 10-40 മിനിറ്റിലധികം നിങ്ങൾ പറഞ്ഞതിന് ഒരു 3 മിനിറ്റ് തരാൻ കഴിയില്ലെങ്കിൽ ഞാൻ അവസാനിപ്പിക്കാം. അത് തരാൻ കഴിയില്ലെങ്കിൽ അപ്പൊ അതിനാണ് ഞാൻ പറയുന്നത്. വിദ്യാഭ്യാസ മേഖലയിൽ, അങ്ങനെ ആരോഗ്യ മേഖലയിൽ കുഞ്ഞുങ്ങളുടെ ജീവൻ 1000 പ്രസവങ്ങൾ നടക്കുമ്പോൾ 25 കുഞ്ഞുങ്ങൾ ദേശീയ തലത്തിൽ മരിക്കുന്നു. കേരളത്തിൽ അത് 5-ൽ താഴെ, അമേരിക്കയിൽ പോലും 5.6. ഇങ്ങനെ ജനങ്ങളുടെ ജീവിതത്തെ ചേർത്തു പിടിച്ച ഒരു ഗവൺമെന്റ്. പക്ഷെ എന്നിട്ടും എന്തുകൊണ്ട് ജനങ്ങൾ ഞങ്ങളിൽ നിന്ന് അകന്നു? ഞങ്ങൾ പരിശോധിക്കും. അതാണ് ഞങ്ങൾ പറയുന്നത്. അതുകൊണ്ട് ഈ ഗവൺമെന്റ് ചെയ്ത ധാരാളം, ഈ കിഫ്ബി വലിയ നിലയിൽ വിമർശിക്കപ്പെട്ടു. അതിന്റെ നേട്ടങ്ങളെ കുറിച്ച് പറയാത്ത ഏത് UDF MLA ഉണ്ട്? LDF വിട്. എന്റെ മണ്ഡലത്തിൽ ഇത്തരം കാര്യങ്ങൾ നടക്കാത്ത ഏത് ഗവൺമെന്റ് ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നതിൽ എന്തെങ്കിലും ഒരു അമാന്തം ഏതെങ്കിലും UDF MLA അവരുടെ മണ്ഡലത്തിലെ വികസനത്തെ കുറിച്ച് പറയുന്നുണ്ടോ? ഇപ്പൊ നവകേരള സദസ്സിനെ കുറിച്ച് വിമർശിച്ചു. ആ നവകേരള സദസ്സിന്റെ ഭാഗമായിട്ട് 7 കോടി രൂപ ഓരോ മണ്ഡലത്തിനും കൊടുക്കാൻ തീരുമാനിച്ചു. അയ്യോ, ഞങ്ങളുടെ തലതല്ലി പൊളിച്ച നവകേരള സദസ്സാണ്, ഞങ്ങൾക്ക് വേണ്ട എന്ന് ഏതെങ്കിലും MLA തീരുമാനിച്ചോ? എല്ലാവരും ലിസ്റ്റ് എഴുതി കൊടുത്തു. അവരവരുടെ മണ്ഡലത്തിലേക്ക് നവകേരള സദസ്സിന്റെ ഭാഗമായിട്ടുള്ള നവകേരള വികസനത്തിന്റെ ഭാഗമായിട്ടുള്ള 7 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നു. അതാണ് ഈ ഗവൺമെന്റ് ചെയ്യുന്നത്. LDF ആ നിലപാടിലാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷെ അപ്പോഴും എന്തുകൊണ്ട് തിരിച്ചടിയുണ്ടായി? പരിശോധിക്കും. ശരി, ശ്രീ VPP മുസ്തഫ, അങ്ങ് ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഒരു കാര്യം പറഞ്ഞോട്ടെ. കാരണം ഇത് തിരഞ്ഞെടുപ്പിന് മുൻപ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമാണ്. ഇത് ഇത്രയും നിങ്ങൾ പേർത്തും പറഞ്ഞിട്ടും അത് ജനങ്ങളിലേക്ക് എത്തിയില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അത് പറയൽ മാത്രമല്ലല്ലോ, എത്രത്തോളം അത് ജനങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. ഇത് തന്നെ വീണ്ടും ആവർത്തിക്കുകയാണ്. ഇത്രയൊക്കെ ചെയ്തിട്ടും ഞങ്ങൾ എന്തുകൊണ്ട് തോറ്റു എന്ന രൂപത്തിലാണ് വിലയിരുത്തുന്നതെങ്കിൽ ആ വിലയിരുത്തൽ ശരിയായ വിലയിരുത്തലാകില്ല. നിങ്ങൾ നടത്തിയ പ്രചാരണങ്ങൾ, ഭരണവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്കുള്ള പ്രശ്നങ്ങൾ, അതിദാരിദ്ര്യമുക്ത കേരളം എന്ന് നിങ്ങൾ പറയുമ്പോൾ അതിദരിദ്രരായർ ഇവിടെ ഉണ്ടായിരുന്നു. അവരപ്പോൾ ഞങ്ങളെ ഏത് ഗണത്തിൽ പെടുത്തുന്നു എന്ന ചോദ്യം അവരിൽ സന്ദേഹമായിട്ടുണ്ടായിരുന്നു. ആ സന്ദേഹം വോട്ടിങ്ങിൽ പ്രതിഫലിച്ചിട്ടുണ്ടാകാം. അപ്പോൾ ഒരു പരിശോധന ആ നിലയ്ക്ക് നിങ്ങൾ നടത്തുകയും നാളത്തെ സെക്രട്ടേറിയറ്റിൽ അങ്ങനെ ഒരു തീരുമാനം വരുമെന്നും കരുതുമെന്നും പ്രതീക്ഷിക്കുകയാണ്. ഇപ്പോൾ പറഞ്ഞ ഈ ശബരിമല സ്വർണ്ണക്കൊള്ള പ്രധാനപ്പെട്ട വിഷയമാണല്ലോ. ആ സ്വർണ്ണക്കൊള്ളയിൽ പാർട്ടിയുടെ ഭാഗമായിരുന്നവർ
ജയിലിൽ പോയിട്ടും അവർ പാർട്ടിയുടെ ഭാഗമായി തുടരുന്നു എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. അതിനുള്ള മറുപടിയും ഒരുപക്ഷേ നാളത്തെ സെക്രട്ടേറിയറ്റിൽ ഉണ്ടായേക്കാം. വളരെ നന്ദി. നമ്മുടെ സമയം കഴിഞ്ഞുകൊണ്ടാണ്, എല്ലാവർക്കും സമയം കുറച്ചേ കിട്ടിയിട്ടുള്ളൂ എന്നറിയാം, ദയവായി ക്ഷമിക്കുക. വളരെ നന്ദി ശ്രീ VPP മുസ്തഫ, സന്ദീപ് വാര്യർ, ഡോക്ടർ MN കാരശ്ശേരി, ഡോക്ടർ G ഗോപകുമാർ, അതുപോലെ ചർച്ചയിലല്ലാതെ തുടക്കത്തിൽ നമ്മളോട് സംസാരിച്ച ശ്രീ ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.